ഒരു ഡ്രോണിൽ കൂടെ നമുക്ക് മനസ്സിലായത് ഒരു വർഷം ഒരു 150 തൊട്ട് 200 വർക്കിന്റെ ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപ അവർക്ക് പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരിയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ബോധത്തിലാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴാണ് ഫുൾ കണക്കുകളും തിയറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒന്നും ഡൈജസ്റ്റ് ആവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. യാദൃശ്ചികമായിട്ടാണ് അന്നത്തെ കൃഷിമന്ത്രി സുനിൽകുമാർ മിനിസ്റ്റർ ആ വഴി പാസ് ചെയ്യുമ്പോൾ കുറെ ആൾക്കൂട്ടം കാണുന്നു, അവിടെ ഒരു ഡ്രോൺ പറക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എന്ത് ടേൺ ഓവർ ഉണ്ട്, എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു, വാല്യുവേഷൻ എത്രയാണ് ഒക്കെ ചോദിച്ചപ്പോൾ ഇത് വാല്യുവേഷൻ അതൊന്നും സാധനം എന്നുള്ളൊരു സാധനമായിരുന്നു. ആദ്യത്തെ 2 വർഷം ഞങ്ങൾ ലോസിലായിരുന്നു. ലാസ്റ്റ് 2 ഇയർ ക്യാഷ് പോസിറ്റീവിലാണ്. ഞാൻ ഒരു റൂറൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരാൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അവരും കാണുമ്പോഴേക്കും അവർക്കൊരു കൈൻഡ് ഓഫ് ട്രസ്റ്റ് വരണം. ആ ഒരു 5 വർഷം കൊണ്ട് ആ 10 ലക്ഷം രൂപ നമ്മൾ 10 കോടി ടേൺ ഓവറിലേക്ക് ലാസ്റ്റ് ഇയർ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ സാധിക്കുന്നു, നമ്മളുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ടെക്നോളജി നമ്മൾ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യുന്നു. കേരളം ഒരു തടസ്സമല്ല, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു എൻവയോൺമെന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവിന് ആരും മുമ്പ് കേരളത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ജേക്കബിന്റെ സ്വർഗരാജ്യം അത് വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരുന്നു എന്ന് പറയാം. ദ മലബാർ ജേണലിൻ്റെ സ്പാർക്കപ്പ് സീരീസിൽ എറണാകുളം കളമശ്ശേരിയിലുള്ള ഫ്യൂസ്ലേജ് ഇന്നോവേഷൻസ് എന്ന കമ്പനിയുടെ ഫൗണ്ടർ ദേവൻ ചന്ദ്രശേഖരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ദേവൻ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ദേവൻ, ഫ്യൂസ്ലേജ് ഇന്നോവേഷൻസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി, കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോണുകളാണ്. അപ്പോൾ ഈ കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ഡ്രോണുകളെ കൊണ്ട് പറ്റുന്നുള്ളത് നിങ്ങളത് കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ, അതായത് ഡ്രോണുകൾ പറഞ്ഞ പോലെ സ്പൈയിങ്ങോ ക്യാമറ വർക്കിനോ മാത്രമല്ലാതെ ഇത്തരം അപ്ലിക്കേഷൻസിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫ്യൂസ്ലേജിൻ്റെ ഡ്രോണുകളും. ആ ഒരു 2020 ഫ്യൂസ്ലേജ് ആരംഭിക്കുന്നത്. ഇപ്പോൾ 2025 5 വർഷം തികയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു 5 വർഷത്തെ ജേണിയെ കുറിച്ചിട്ട് ദേവൻ എന്താ? അപ്പോൾ ദേവൻ ആക്ച്വലി എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ദേവൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊജക്റ്റ് എന്നാണ് ഈ ഒരു സംഭവം, ഈ ഒരു ഐഡിയയിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ആ ഒരു ജേണീനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും? സോ ഞാൻ 2018 എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ പാസ്സാവുമ്പോൾ ഞാൻ ഒരു വളരെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ബട്ട് എന്നാൽ പാഷനേറ്റ് ആണ്. എനിക്ക് +2 വരെയൊക്കെ പറക്കുന്ന സാധനങ്ങളോടും ഒക്കെ ഭയങ്കര കൗതുകം തോന്നുന്നൊരു ആളാണ്. അപ്പോൾ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരിയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ബോധത്തിലാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴാണ് ഫുൾ കണക്കുകളും തിയറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒന്നും ഡൈജസ്റ്റ് ആവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് സപ്ലികൾ കിട്ടുന്നു. ബട്ട് അവസാനത്തെ ഇയറിലാണ് ഒരു ബിടെക് പ്രൊജക്ട് ചെയ്യണം. ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ആയിരുന്നു എൻ്റെ ബിടെക് പ്രൊജക്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് അഗ്രികൾച്ചർ ഡ്രോണും ചെയ്തത്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പല ഡ്രോണുകൾ ഉണ്ടാക്കുമായിരുന്നു. അത് സർവൈലൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ ഉണ്ടായിരുന്നു, ഈ ഫിക്സഡ് വിങ് മോഡലുകൾ ഉണ്ടായിരുന്നു. അതൊരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയത് എക്കോസിസ്റ്റത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അത് കൃഷിയിൽ മാത്രമല്ല, അന്ന് വയനാട് പെട്ടിമുടി ദുരന്തം നടന്നപ്പോഴേക്കും അന്ന് ഗവൺമെന്റ് തന്നെ നമ്മളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നപ്പോഴേക്കും അത്യാവശ്യം ന്യൂസിലേക്ക് വന്നു. അപ്പോൾ മെഡിസിൻ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഡ്രോൺ കൊണ്ടുവരാൻ പറ്റുമോ, സർവൈലൻസിന് വേണ്ടിയിട്ട് ഡ്രോൺ കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ആൾക്കാരുടെ റിക്വയർമെന്റ് കണ്ടപ്പോൾ നമ്മൾ അന്ന് കോളേജിൽ നിന്ന് ഇതെല്ലാം അലൈൻ ചെയ്ത് നേരെ പോയി നമ്മൾ ആ ദുരന്തമുഖത്ത് നമ്മളും ആ ഒരു റിസ്ക് എടുത്ത് ചെയ്തു നോക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് പേരുടെ, കാരണം എല്ലാവരുടെ ആവശ്യങ്ങൾ ഡ്രോൺ വഴി നിന്ന് നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ആകാവുന്നതൊക്കെ ചെയ്തു. അപ്പൊ അന്ന് ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു ബോധമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു നീഡ് ഉണ്ടായേക്കാം എന്നുള്ളൊരു ബോധം അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുള്ള ഒരു പ്ലാനും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകെ ഞാനൊരു കാർഷിക കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അന്ന് ഞങ്ങളെ അമ്മ പൊക്കാളി കൃഷി ചെയ്യുന്നതാണ്. ഉപ്പിനകത്താണ് നെല്ല് വളരുന്നത്. അപ്പം
ഫ്ലഡ് വന്നതിന് ശേഷം അമ്മ മാത്രമല്ല എല്ലാവരും കൃഷി ഉപേക്ഷിച്ചു. കാരണം മണ്ണില് ന്യൂട്രിയൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആളുകൾ എല്ലാവരും ഓവറായിട്ട് പെസ്റ്റിസൈഡ്സ്, ന്യൂട്രിയൻസ്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അടിച്ചിട്ടൊന്നും വിളവ് കിട്ടുന്നേ ഇല്ല. അപ്പൊ നമ്മള് നോക്കുമ്പോൾ ന്യൂസ് ഒക്കെ വരുന്നു, UN പറയുന്നു മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക, അങ്ങനെയുള്ളൊരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ. ഞാനപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, ജോലിയൊന്നുമില്ല. ബിടെക് ജസ്റ്റ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് അന്ന് വീടിന്റെ ഫാമിൽ തന്നെ നമ്മൾ ഈ സ്പ്രേയിങ് ആയിട്ട് ഡ്രോൺ വഴിയുള്ള സ്പ്രേയിങ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ട് ഇവർക്ക് ഭയങ്കര കൗതുകമായി. നമുക്കിത് വലിയ കൗതുകമൊന്നും തോന്നിയില്ല. അപ്പൊ ആ ഒരു യാദൃശ്ചികമായിട്ടാണ് അന്നത്തെ കൃഷിമന്ത്രി സുനിൽകുമാർ മിനിസ്റ്റർ ആ വഴി പാസ് ചെയ്യുമ്പോൾ കുറെ ആൾക്കൂട്ടം കാണുന്നു, അവിടെ ഒരു ഡ്രോൺ പറക്കുന്നു. അപ്പൊ പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു ലെറ്റർ എഴുതി തന്നു, നിന്റെ ഈ ഇന്റർവെൻഷൻ, ഈ കണ്ടുപിടുത്തം നമ്മളുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പൊ നമുക്കും ഇത് അറിയില്ല ഇത് എന്താണ് സംഭവം. ഒരു പച്ച കടലാസിൽ പുള്ളി എഴുതി തന്നു. നമ്മൾ ആ കടലാസും കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ അന്നത്തെ യൂണിവേഴ്സിറ്റി മേധാവിയായിട്ടുള്ള ഡോക്ടർ ലത മാഡത്തിന്റെ ഇടയ്ക്ക് ചെന്നിട്ട് നമ്മൾ ഈ ലെറ്റർ കൊടുക്കുകയാണ്. പിന്നെ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് വേറെ ഓരോ പ്രോസസ്സിന്റെ ഇടയ്ക്ക് ഡോക്ടർ ബെറിൻ പത്രോസ്, ഡോക്ടർ KP സുധീർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ അവര് ടെസ്റ്റ് ചെയ്തു, അവരവരുടെ ഫീൽഡുകളിലൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പം അവരാണ് പറഞ്ഞു തന്നത്, ഇത് കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്യുവാണെങ്കിൽ, ഈ പ്രൊഡക്റ്റ് അവർ അടുത്ത ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അവർ കുറെ സ്പ്രേയിങ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് നോക്കി. അപ്പൊ ഇത് എഫിഷ്യൻസി ഉണ്ട്, കുറച്ചുകൂടെ ആളുകൾക്ക് വൈഡായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങിയാൽ കൊള്ളാം എന്നുള്ള ഒരു പിച്ചിങ് നമ്മളുടെ മൈൻഡിലേക്ക് ഇട്ട് തരുന്നത് അവർ തന്നെയാണ്. ഒരു കമ്പനിയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്താം. അപ്പൊ നമ്മൾ ട്രയൽസ് കണ്ടക്ട് ചെയ്തപ്പോൾ അവർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ഒരു ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പ്രേയിങ്. അതായത് ഇപ്പൊ യൂഷ്വലി സ്പ്രേയിങ് എല്ലാവരും ചെയ്യുന്നുണ്ട്, മാനുവലി ചെയ്യുന്നുണ്ട്. ഡ്രോൺ വഴി ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, അത് പറയാം. അപ്പം ഈ പറയുന്ന ഒരു ഡാറ്റ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നമ്മളും ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ളത് ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ എന്നാൽ വളർച്ചയറിഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെടിയുടെ എന്താ പറയുക ഹെൽത്ത് കണ്ടീഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് സ്പ്രേയിങ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതിൻ്റെ ഒരു ട്രയൽ കണ്ടക്ട് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു നെക്സ്റ്റ് ലെവൽ റിസർച്ചിലേക്ക് നമ്മൾ വന്നു. അപ്പൊ നമ്മൾ ഒരു ഡ്രോൺ നിരീക്ഷ എന്ന് പറഞ്ഞൊരു ഡ്രോൺ നമ്മൾ ഡെവലപ്പ് ചെയ്തു ഒരു സർവൈലൻസിന് വേണ്ടിയിട്ട്. ആ ഡ്രോണിൽ കൂടെ നമ്മൾ എക്സാക്ട് എന്താണ് ക്രോപ്പ് കണ്ടീഷൻസ്, ന്യൂട്രിയന്റ് കുറവാണോ, പെസ്റ്റ് അറ്റാക്ക് ഉണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ജിയോ കോർഡിനേറ്റ്സ് അടുത്ത ഡ്രോണിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് ഇഷ്യൂ ഉള്ളത് അവിടെ മാത്രം പോയി സ്പ്രേ ചെയ്യുക. ചിലയിടത്ത് ഹൈ കോൺസെൻട്രേഷൻ ആപ്ലിക്കേഷൻ, ചിലയിടത്ത് ലോ കോൺസെൻട്രേഷൻ ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമ്മൾ ഡ്രോൺ വഴി കൊടുക്കുകയല്ല, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് ഡ്രോൺ വഴി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇന്നോവേഷൻ. ഡ്രോൺ എന്ന് പറയുന്ന ഒരു ഇന്റർവെൻഷൻ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തെടുത്തു. അതില് ഒരു എന്താ പറയുക സ്വാം ഓഫ് അപ്രോച്ച് കൊണ്ടുവന്നു. അതായത് ഒരു ഡ്രോണിൽ നിന്ന് ഐഡന്റിഫിക്കേഷൻ, മറ്റൊരു ഡ്രോണിൽ കൂടെ പ്രിസ്ക്രിപ്ഷൻ. ഇപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ആക്ടിവിറ്റിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ നമ്മൾ അത് പേറ്റന്റിലേക്ക് പോയി 2 പ്രൊഡക്റ്റും കൂടെ നമ്മളൊരു സിംഗിൾ ഇൻവെൻഷൻ ആയിട്ട് നമ്മൾ പേറ്റന്റിലേക്ക് വന്നു. അങ്ങനെയാണ് നമുക്ക് പിന്നെ നെക്സ്റ്റ് ലെവൽ എന്നാൽ പേറ്റന്റ്, പിന്നെ ഇനി സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു മോട്ടീവിലേക്ക് വന്നതും പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു ഹെൽപ്പും മേക്കർ വില്ലേജിന്റെ ഒരു ഹെൽപ്പും കൂടെ കിട്ടി നമ്മൾ ഇവിടെ ഫെസിലിറ്റേറ്റ് ആവുന്നത്. അങ്ങനെയാണ് 2020 ഫ്യൂസലേജ് രൂപം കൊള്ളുന്നത്. അതെ. അപ്പോൾ ഈ പേഴ്സണലായിട്ടൊരു ഇഷ്യൂ വന്നപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതാണ് ഈ അഗ്രികൾച്ചർ ഡ്രോൺ. അതിപ്പോൾ ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊരു ബെനിഫിറ്റ് ആയിട്ട് അത് യൂസ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ സുനിൽകുമാർ മന്ത്രി വന്ന് കണ്ടതും ഈ കാർഷിക സർവകലാശാലയിൽ പോയ ആളുകളോട് സംസാരിച്ചതും അത് തന്നെയായിരുന്നു അതിനുണ്ടായിരുന്ന പ്രചോദനം. അത് തന്നെയായിരുന്നു. അതായത് അവരുടെ ഒരു റിസർച്ച് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആദ്യം ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിയൊരു R&D ആയിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കൂടുതൽ അഗ്രികൾച്ചർ ക്ലസ്റ്ററുകളിലേക്ക് നമ്മൾ ഈ പറയുന്ന പ്രൊജക്ട് ട്രൈ ചെയ്ത് നോക്കി. പാലക്കാട്, ആലത്തൂര്,
പിന്നെ കുട്ടനാട്, പിന്നെ കോട്ടയത്തുള്ള കുറച്ച് ഫീൽഡുകൾ, തൃശ്ശൂർ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള കോൾപ്പാടങ്ങൾ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഈ പറയുന്ന ഇന്റർവെൻഷൻ അത് മറ്റുള്ള ഏരിയകളിൽ അത് റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണമായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായത് കർഷകർക്ക് ഒരു 20 തൊട്ട് 35% വരെ ഈൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട്. അത് വേരിയബിൾ ഉണ്ട്, മണ്ണ് മാറുമ്പോഴും അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഈ പറയുന്ന ഈൽഡിന്റെ കാര്യത്തിൽ നല്ലപോലെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ജില്ലകളിലും ഓരോ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിലും കർഷകന് കൂടുതൽ വിളവ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലായി. ഒരു മിനിമം ഒരു 20% തൊട്ട് 35% വരെ ഈൽഡ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ അവര് യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ ഇൻപുട്സ്, പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും ന്യൂട്രിയൻ്റ് ആണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും കുറച്ച് യൂസ് ചെയ്താൽ മതി. 50% അവർ ട്രഡീഷണൽ മാനുവലി ഉപയോഗിക്കുന്നതിന്റെ നേർപകുതി നമ്മൾ കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആദ്യം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പ്രിസിഷൻ ഫാമിംഗ് ആണ്, ഒരു കൃത്യത കൃഷി രീതി കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ആളുകൾക്ക് ഫ്രീ ആയിട്ടാണ് സർവീസ് ആയിട്ട് കൊടുത്തത്. പിന്നെ അതിനുശേഷമാണ് പതിയെ പതിയെ നമ്മൾ പെയ്ഡ് സർവീസസിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ടെക്നോളജിയും കൊണ്ട് നമ്മൾ ഈ പറയുന്ന കേരളത്തിന്റെ അഗ്രികൾച്ചർ എക്കോസിസ്റ്റത്തിലേക്ക് വന്നത്. ഒന്നാമത് എല്ലാത്തരം കൃഷികൾക്കും ഇത് സൂട്ടബിൾ ആണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിനൊപ്പം തന്നെ ഈ ഹാൻഡ് സ്പ്രേയിങ് എന്നും ഈ ഡ്രോൺ സ്പ്രേയിങ്ങും തമ്മിൽ ഉണ്ടാവുന്ന ഡിഫറൻസ്, ഇപ്പോൾ ഇത് ഈ ഡ്രോൺ സ്പ്രേയിങ്ങിന് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്താണ്? ഇപ്പോൾ പറഞ്ഞ പോലെ കർഷകർക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞ പോലെ പ്രിസിഷൻ ആയതുകൊണ്ട് കുറേ പെസ്റ്റിസൈഡ്സ് ലാഭിക്കാം, അത് കൂടെ പൈസ ലാഭിക്കാം എന്നുള്ളതും മനസ്സിലാവുന്നുണ്ട്. അതന്നെയാണോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളതും കൂടെയാണ്? ഒരുപാടുണ്ട്. ഇപ്പോൾ മാനുവലായിട്ട് ആളുകൾ സ്പ്രേ ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഒരാൾക്ക് ഒരു ദിവസം മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 2 ഏക്കറാണ്. 2 ഏക്കർ നടന്ന് സ്പ്രേ ചെയ്യാനാണ് അവർക്ക് പറ്റുക. അവർ സാധാരണ ചെയ്യുന്നത് 5 തൊട്ട് 10 ആൾക്കാരെ അവര് ഒരു ദിവസം ഫീൽഡിലേക്ക് ഒരുമിച്ച് ഇറക്കി വിട്ടിട്ടാണ് അവർ ഈ സ്പ്രേയിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ എന്നാൽ ഡ്രോൺ ആണെങ്കിൽ ഒരു ദിവസം ഒരു ഡ്രോണിന് മിനിമം 30 ഏക്കർ സ്പ്രേ ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 100 ഏക്കർ വരെ ഒരു ദിവസം സ്പ്രേയിങ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു 100 ഏക്കർ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഡാറ്റ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ വെരി നെക്സ്റ്റ് ഡേ ആണ് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഔട്ട് എടുത്ത് ഇഷ്യൂസ് മനസ്സിലാക്കി നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 2 അല്ലെങ്കിൽ 3 ദിവസത്തെ ആക്ടിവിറ്റീസ് ആണ്. എന്നാൽ സ്പ്രേയിങ്ങിലേക്ക് വരുമ്പോൾ ആൾക്കാർ കൂടുമ്പോഴേക്കും മാൻ പവർ എക്സ്പെൻസസ് അതിനനുസരിച്ച് ഒരാൾക്ക് 1000 രൂപ വെച്ചിട്ട് അവരൊരു 20 തൊട്ട് 30 ആൾക്കാരെ ഒരു ദിവസം ഒക്യുപ്പൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. എഫിക്കസി എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ പറയുന്ന ഇഷ്യൂസ് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ കൊടുക്കാൻ ഡ്രോൺ വഴി പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഈ മാനുവലി സ്പ്രേ ചെയ്യുന്നത് ഈ പറയുന്ന ചെടികൾ ഇങ്ങനെ കുളിപ്പിച്ച് വിടുന്ന രീതിയിലാണ് സ്പ്രേയിങ് ഡിവൈസസുകൾ ഉള്ളത്. അതായത് ഇതിനൊക്കെ ഒരു പാർട്ടിക്കിൾ സൈസ് ഉണ്ട്. ഒരു മാനുവൽ സ്പ്രേയിങ്ങിനായിട്ടുള്ള ഒരു ഡിവൈസിൽ ഏകദേശം 750 മൈക്രോൺസ് വരെയാണ് ഈ സ്പ്രേയിങ് പാർട്ടിക്കിൾസ് സൈസ് വരുന്നത്. എന്നാൽ ഡ്രോണിൽ വരുമ്പോൾ ഏകദേശം 75 തൊട്ട് 250 മൈക്രോൺസ് വരെയാണ് സ്പ്രേയിങ് പാർട്ടിക്കിൾ സൈസ് വരുന്നത്. സൈസ് വളരെയധികം കുറവാണ്. അപ്പൊ ഈ സൈസ് കുറവിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ വായുടെ വലുപ്പത്തിനനുസരിച്ച് മാത്രമേ ഭക്ഷണം ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒരു പ്ലാന്റിന്റെ കേസിൽ ഫോളിയർ ആപ്ലിക്കേഷൻ, അതായത് ഇലയിലൂടെയുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് പാർട്ടിക്കിൾ സൈസിൽ കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മാനുവലി സ്പ്രേ ചെയ്യുമ്പോൾ ഈ കുളിപ്പിച്ച് പോകുമ്പോൾ അബ്സോർപ്ഷൻ ചെയ്യാനുള്ള പ്ലാന്റിന്റെ കഴിവ് വളരെയധികം കുറവാണ്. കാരണം ഇതിന് ഇൻടേക്ക് ചെയ്യാൻ പറ്റാണ്ട് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ ഡ്രോണിൽ കൂടെ സ്പ്രേയിങ് ചെയ്യുമ്പോൾ ഏറ്റവും മൈന്യൂട്ട് ആയിട്ട് പാർട്ടിക്കിൾ സൈസിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്ത് അത് അടുത്ത ആക്ടിവിറ്റീസ്, ഫോട്ടോസിന്തസിസിനും അതുപോലെ തന്നെയുള്ള നീഡ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അത് കൺവേർട്ട് ആവുന്നു. അപ്പൊ ഇത് ഞങ്ങൾ കുറച്ചുകൂടെ ടെക്നിക്കലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസിഡ്യൂ ടെസ്റ്റ് എന്ന് പറയും. അത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹെൽപ്പോട് കൂടെ നമ്മൾ ചെയ്തതാണ്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്, അത് ആ ടെസ്റ്റ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തത് രാവിലെയും വൈകിട്ടും സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ സ്പ്രേ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ സ്പ്രേ ചെയ്തതിന് ശേഷം ഈ ഇല എടുത്ത് നമ്മൾ ക്രഷ് ചെയ്ത് ഇതിന്റെ റെസിഡ്യൂസ് എത്രത്തോളം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കമ്പയർ ചെയ്തത് ഒരു 4-5 ഫീൽഡുകൾ എടുത്ത് കമ്പയർ ചെയ്തിട്ട് ഡാറ്റ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായത്
മാനുവലി ചെയ്യുന്ന പ്ലാന്റുകളിലാണ് ഏറ്റവും കൂടുതൽ റെസിഡ്യൂസ് ഉള്ളത്. ഓക്കെ. എന്നാൽ ഡ്രോണിൽ കൂടെ ചെയ്യുമ്പോൾ റെസിഡ്യൂസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ. ബട്ട് പ്രൊഡക്ടിവിറ്റി ഈൽഡ് എന്ന് പറയുന്നത് ഡ്രോൺ ചെയ്ത സ്ഥലത്താണ് കൂടുതൽ. കാരണം കൂടുതൽ കണ്ടന്റ് പ്ലാന്റിൽ ഉണ്ടായിട്ടും കൂടുതൽ വിളവ് കിട്ടുന്നില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ റെസിഡ്യൂസ് പ്ലാന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് ഓക്സിഡൈസ് ആയിട്ടോ അല്ലെങ്കിൽ ത്രൂ റൂട്ടിലൂടെയോ ഈ പറയുന്ന അഡീഷണൽ കൊടുത്ത എന്താ പറയാ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫെർട്ടിലൈസറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ. അപ്പൊ കൂടുതൽ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, അത് യൂസ്ഫുൾ എലമെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഓക്കെ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആ റെസിഡ്യൂ ടെസ്റ്റിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടിയത്. ഓവറായിട്ട് പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല. ഇത് പ്രിസൈസ് ആയിട്ട് അത് കൊടുക്കേണ്ട റേറ്റിന്, അത് ഓരോ ക്രോപ്പിനും ഓരോരോ റേറ്റിംഗ് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി അതിന്റെ നോസിൽസ് ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രോൺസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ. അതാണ് ഈ പറയുന്ന കൂടുതൽ ഈൽഡ് കിട്ടാനും ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ഇതിന്റെ പുറകിലുണ്ട്. ഇതാണ് ഒരു മേജർ ഡിഫറൻസ്. ഈ മാനുവൽ സ്പ്രേയിങ്ങും അതുപോലെ തന്നെ ഡ്രോൺ സ്പ്രേയിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ എല്ലാത്തരം കൃഷിക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഡ്രോൺ. കൂടുതലും മോണോക്രോപ്പിനാണ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് മോണോക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റാൻഡർഡൈസ്ഡ് പ്രാക്ടീസസ് ആയിരിക്കും നമുക്ക് ഡ്രോണിൽ കൂടെ ചെയ്യാൻ സാധിക്കുക. അതായത് ഇപ്പം ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് അപ്രോച്ച് ഉണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവരുടെയും നമ്മുടെ ഓരോ ഗ്രോത്തിന്റെ ഓരോ സ്റ്റേജിലും നമുക്ക് എസെൻഷ്യൽ ന്യൂട്രിയൻസ് സപ്ലിമെന്റ്സ് ഒക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് പ്ലാന്റിന്റെ കേസിലും. ഇപ്പൊ നമ്മളൊരു നെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഏർലി സ്റ്റേജ് ഉണ്ടാവും, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ടാവും, മെച്ചുറേഷൻ സ്റ്റേജ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹാർവസ്റ്റ് സ്റ്റേജ് ഉണ്ടാവും. ഏർലി സ്റ്റേജിൽ നമ്മളൊരു ന്യൂട്രിയന്റിന്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മെച്ചുറേഷൻ സ്റ്റേജിൽ നമ്മളൊരു പെസ്റ്റിന്റെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ല അതിനെ നമ്മളൊരു ഓർഗാനിക് ആയിട്ട് നമ്മൾ കൗണ്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാർവസ്റ്റ് സ്റ്റേജിന്റെ മുമ്പായിട്ട് നമ്മൾ ഡാറ്റ അനാലിസിസിന് ശേഷം നമ്മൾ ക്ലോറോഫിലിന്റെ കണ്ടന്റ് കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്പ്രേയിങ് ചെയ്യുന്നുണ്ട്. അത് SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ ഇതെല്ലാം എന്താ പറയാ, ഈ ഓരോ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിലും നമ്മൾ ഓരോ സ്റ്റാൻഡർഡൈസ്ഡ് പ്രാക്ടീസസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഈൽഡ് ഇമ്പാക്റ്റിലേക്കും അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ഫാമിങ്ങിലേക്ക് കർഷകരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഈ കർഷകരുടെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതായത് തുടക്കത്തിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്ത് അവർക്കൊരു ഡെമോ കാണിച്ച് അങ്ങനെയാണ് അവർ ഇപ്പോൾ ഇവരിത് മനസ്സിലാക്കിയതിന് ശേഷം ഇനീഷ്യലി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന റിസപ്ഷൻ, ആ സ്വീകാര്യത, പിന്നെ അഡാപ്റ്റേഷൻ, മാത്രമല്ല ഇതിപ്പോൾ തുടക്കം നമുക്ക് ഒരു പുതിയൊരു പ്രോഡക്റ്റ് എന്ത് വന്നാലും ഉപയോഗിക്കാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് പീരീഡ് കഴിഞ്ഞിട്ടും ഇവരിത് തുടർന്നും യൂസ് ചെയ്ത് പോകണം എന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പുവരുത്തിയത്? അത് ഇപ്പോൾ 2020 നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത കോൾ നിലങ്ങളും അതുപോലെ തന്നെ കർഷകരും ഞങ്ങൾ ഒരുപാട് ട്രൈബൽസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രൈബൽ ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ചെറിയ ഫാമേഴ്സ് അല്ല, അവര് ദുബായിലും യൂറോപ്പിലേക്കൊക്കെ പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യുന്ന ട്രൈബൽസ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് ആൻഡ് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അവരെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് സർവീസസ്, അതുപോലെ തന്നെ ഇവരുടെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, അതായത് ഇവർക്ക് ഈൽഡ് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. അത് ഒരു കാരണമാണ് നമ്മളുടെ കൂടെ ഇവര് സ്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന്. രണ്ടാമത്തെ ഒരു ഫാക്ടർ നമ്മളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നമ്മൾ കൊടുക്കുന്ന ഓഫറിങ്സ് ആണ്. ഓക്കെ. നമ്മൾ തദ്ദേശീയമായിട്ട് ഡ്രോൺ ഇവിടെ ഡെവലപ്പ് ചെയ്തു. അത് ആ ഡെവലപ്പ് ചെയ്തതിന്റെ പുറകിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡ്രോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ സബ്സിഡി സ്കീമുകളുണ്ട്, ഗവൺമെന്റ് സബ്സിഡി സ്കീമുകളുണ്ട്, നോൺ ഗവൺമെന്റ് CSR ആക്ടിവിറ്റീസിന്റെ സബ്സിഡി സ്കീമുകളൊക്കെ ഉണ്ട്. അത് 50 തൊട്ട് 85% വരെ അവർക്ക് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൽ സബ്സിഡീസ് ഉണ്ട്. അപ്പൊ വളരെ അഫോർഡബിൾ ആയിട്ട് അവർക്ക് അത് യൂസ്ഫുൾ ആവും. എന്നാൽ ഡ്രോൺസ് ആസ് എൻ എന്റർപ്രണർഷിപ്പ് മോഡലിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് കൺവേർഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഞങ്ങൾ സർവീസ് കൊടുത്ത പതിയെ അവർക്ക് അവരുടെ ഡെയിലി ഫാമിംഗ് ആക്ടിവിറ്റീസിന് ആവശ്യം വന്നപ്പോൾ അവർ തന്നെ മനസ്സിലായി ഒരു ക്രോപ്പ് സീസണിൽ അവരെന്ന് ഇത്ര രൂപ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ചില ഫാമേഴ്സൊക്കെ ഒരു സീസണിൽ തന്നെ ഒരു 1 to 2 lakh rupees ഒക്കെ നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് തന്നെ തരുന്നുണ്ട്.
അപ്പോൾ ഏകദേശം ഒരു 3 to 4 lakh rupees മതി ഒരു ഡ്രോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സബ്സിഡീസ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മേടിച്ചുകൂടാ എന്ന് അവര് സ്വാഭാവികമായിട്ട് ആലോചിച്ചു. അവരുടെ ആവശ്യത്തിന് ശേഷം അടുത്തുള്ള കൃഷി സ്ഥലങ്ങളിലേക്ക് അവർക്കൊരു റെന്റൽ അല്ലെങ്കിൽ ഒരു കസ്റ്റം ഹയറിംഗ് സെന്റർ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഏരിയകളിലേക്ക് ഡ്രോൺ സർവീസ് അവർക്ക് കൊടുത്താൽ എന്താണ് എന്നുള്ളൊരു മോട്ടീവിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് നമ്മൾ നോളജ് ഷെയറിങ് ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാൻഡർഡൈസേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരെ ആസ് എ ഡ്രോൺ എന്റർപ്രണർ എന്നൊരു മോഡലിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാം. അതായത് ഒരു ഡ്രോണിൽ കൂടെ നമുക്ക് മനസ്സിലായത് ഒരു വർഷം ഒരു 150 തൊട്ട് 200 വർക്കിംഗ് ഡേ ഡ്രോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപ അവർക്ക് പ്രോഫിറ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു വർഷം. ഓക്കെ, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഡ്രോണിൽ നിന്ന് കിട്ടും. അപ്പൊ ഇത്രയും നോ ഹൗസ് ഒക്കെ നമ്മൾ അവരെ ഷെയർ ചെയ്ത് അങ്ങനെ കുറെ ഫാമേഴ്സിനെ, ഒരു യങ് ഫാമേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പോൾ ഡ്രോൺസ് ഒക്കെ കൊണ്ട് തമിഴ്നാട്, കർണാടക ഏരിയകളിലൊക്കെ പോയി സ്പ്രേയിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് ചിലപ്പോൾ ആദ്യം സബ്സിഡി സ്കീമുകളിലായിരിക്കും എടുക്കുക, പിന്നെ അഗ്രി ഇൻഫ്ര എന്ന് പറഞ്ഞ ലോൺ സ്കീമുകൾ വഴി 6% ഇൻട്രസ്റ്റിൽ അവർക്ക് ലോൺ കിട്ടും. അപ്പൊ അങ്ങനെയും ആളുകൾ ഡ്രോൺ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സബ്സിഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ സബ്സിഡൈസ്ഡ് ആയിട്ട് ഇപ്പോൾ സർക്കാർ സഹായത്തോടെയാണോ അവർക്ക് ഇത് കൊടുക്കുന്നത്, അതോ നിങ്ങൾക്ക് ഫ്യൂസ്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട്, അപ്പോൾ അതിൽ കൂടെയും ഇവരെ കർഷകരെ സഹായിക്കുന്നു? അതിൽ കൂടെയുണ്ട്. ഫ്യൂസ്ലേജ് ഫൗണ്ടേഷൻ ഈ പറഞ്ഞ പോലെ ട്രൈബൽ ഫാമേഴ്സ്, അതുപോലെ തന്നെ ഒട്ടും തന്നെ അഫോർഡബിൾ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാര്, അതുപോലെ തന്നെ ഡെഡ് ലാൻഡുകൾ ഉണ്ടല്ലോ, തരിശ് നിലങ്ങൾ കൃഷി ചെയ്യാൻ, അതായത് ആൽക്കലൈൻ ഓർ അസിഡിക് ബിഹേവിയറിൽ ഇരിക്കുന്ന സോയിലിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ നമ്മളൊരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ ഫ്യൂസ്ലേജ് ഫൗണ്ടേഷനിൽ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് NGOസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെൽക്കോ ഫൗണ്ടേഷൻ, UNDP ഇൻ ഇന്ത്യ, ഇവരൊക്കെ നമ്മളുടെ പ്രൊജക്ടുകളിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. അവർ ഫണ്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഐഡന്റിഫൈ ചെയ്ത ചാമ്പ്യൻ ഫാമേഴ്സ്, അല്ലെങ്കിൽ ചാമ്പ്യൻ ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ മെക്കനൈസേഷൻ ഫോളോ ചെയ്യുന്ന ഫാമേഴ്സ് ഉണ്ടാവാം, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മോഡൽ ഫോളോ ചെയ്യുന്ന ഫാമേഴ്സ് ഉണ്ടാവാം. അവർക്കൊക്കെ എംപവർ ചെയ്യുക, ടെക്നോളജി കൊണ്ട് എംപവർ ചെയ്യുക എന്നുള്ളൊരു മോട്ടീവില് അവർ ത്രൂവും നമ്മൾ തന്നെ കണ്ടെത്തുന്ന കർഷകർക്ക് ഈ പറയുന്ന ഡ്രോൺ സർവീസസ് ആൻഡ് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. അതെ. ഇപ്പോൾ കേരളം പോലൊരു സ്ഥലം, അതായത് ഫ്രാഗ്മെന്റഡ് ലാൻഡ് ഹോൾഡിങ്സ് ഉള്ള, അപ്പോൾ പരന്ന് കിടക്കുന്ന കൃഷിഭൂമികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പലതിൻ്റെ ഓണർഷിപ്പിലൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും. അങ്ങനെ ഒരു ഏരിയയിൽ ഈ ഒരു ഡ്രോൺ ഫാമിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ലിമിറ്റേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇപ്പോൾ പല ഓണേഴ്സൊക്കെ വരുമ്പോൾ ഒരു മെയിൻ സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ആവറേജ് ഫാർമേഴ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 5 ഏക്കറാണ്. 5 ഏക്കർ തൊട്ട് ഒരു എന്താ പറയാ 10 ഏക്കർ വരെയൊക്കെയാണ് ഒരു ആവറേജ് ലാൻഡ് ഹോൾഡിംഗ് ഉള്ളത്. അപ്പൊ ഇവർക്ക് നമ്മൾ ഡ്രോൺ സൊല്യൂഷൻസ് നമ്മൾ ആസ് എ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ ഇവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ലാൻഡ് സൈസ് കുറവുള്ളത് ലിമിറ്റേഷൻ ആണ്. കാരണം ഇവർക്ക് ഡെയിലി ആക്ടിവിറ്റീസിനായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം കുറെയൊക്കെ നമ്മൾ ഇവരുടെ ലോക്കൽ അഗ്രികൾച്ചർ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഏരിയയിലുള്ള ഫാമിംഗ് ഒരുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫ്രാഗ്മെന്റൽ ലാൻഡ് ഹോൾഡിംഗ് ആണെങ്കിൽ അവിടെ ഇറിഗേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് ഒരൊറ്റ പ്ലോട്ടിലായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഏരിയ നമ്മൾ ചേർത്തലയിലും ആലപ്പുഴയിലൊക്കെ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരാണെങ്കിലും തൃശ്ശൂർ കൂടുതലും ഈ ഫാമേഴ്സ് സൊസൈറ്റികളും അതുപോലെ തന്നെ ഒരുപാട് ക്ലസ്റ്ററുകളുണ്ട്. അവർ ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ ഈ പറയുന്ന കുറച്ച് ലാൻഡ് ഹോൾഡിംഗ് ഉള്ള ആൾക്കാരെ നമ്മൾ കൂടുതലും ഈ എന്റർപ്രണർഷിപ്പ് മോഡലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിച്ചതിന് ശേഷം മറ്റുള്ള ഏരിയകളിലേക്ക് എൻലാർജ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ഈ പറയുന്ന ചെറിയ ലാൻഡ് ഹോൾഡിംഗ് ഉള്ള ആളുകൾക്കും ഇതൊരു ലാഭകരമായിട്ട് ഫോളോ ചെയ്യാവുന്ന ഒരു പ്രാക്ടീസസ് ആണ്. ഇപ്പോൾ ഇത് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ഇപ്പോൾ സംസാരിച്ചു. പല സ്കീമുകളും ഇപ്പോൾ കർഷകർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കർഷകർക്ക് ഇത് പഠിക്കാൻ, ഇതിപ്പോൾ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണല്ലോ. അപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി അഡ്വാൻസ്മെന്റ് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ഈ അഫോർഡബിലിറ്റി ഫാക്ടറിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ കുറേ പേര് അങ്ങനെ ഒരു വലിയൊരു വരുമാനമുള്ള ആയിക്കൊള്ളണമെന്നില്ല എല്ലാവരും.
പക്ഷെ അതേസമയം അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനൊപ്പം നിങ്ങളുടെ ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആവാതിരിക്കാനും പറ്റില്ല, ഒരു ലോസിലേക്ക് പോകാനും പാടില്ല. അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യുന്നത് രണ്ടും കൂടെ? അതായത് ആദ്യത്തെ 2 വർഷം ഞങ്ങൾ ലോസിലായിരുന്നു. ലാസ്റ്റ് 2 ഇയർ ക്യാഷ് പോസിറ്റീവിലാണ്. ബട്ട് എന്നിരുന്നാലും ഇപ്പൊ ഈ പറഞ്ഞൊരു പോയിന്റ് ആയിരിക്കും. ഇപ്പൊ ആദ്യം ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് കസ്റ്റമേഴ്സിന് സർവീസസ് കൊടുത്തത്, വളരെ ഫ്രീ ഓഫ് കോസ്റ്റിലും വളരെ അഫോർഡബിൾ ആയിട്ടൊക്കെ. ഇപ്പൊ ഡ്രോണിന്റെ സർട്ടിഫിക്കേഷന് ശേഷം ഞങ്ങൾ ഇറക്കിയ ആദ്യത്തെ ഒരു 25 മോഡലൊക്കെ നമുക്ക് അതേപോലെ തന്നെ റീകോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് ഞങ്ങളുടെ അതായത് സർട്ടിഫിക്കേഷന് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ എന്നാൽ ഒരു യൂസർ ഫ്രണ്ട്ലിനെസ് വളരെ കുറവായിരുന്നുകൊണ്ടാണ് ഇറക്കിയ ആദ്യത്തെ ഒരു 25 ഡ്രോണുകളും ക്രാഷുകളൊക്കെ സംഭവിച്ചിട്ട് പിന്നെ നമ്മളത് റീകോൾ ചെയ്ത് പിന്നെ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കി പ്രോപ്പറായിട്ട് നോളജ് ഷെയറിംഗ് ഒക്കെ നടത്തി ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഡ്രോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിയാണ്, ആദ്യം ഈ പറയുന്ന ലോസ് ഉണ്ടായിരുന്നു നമുക്കും. ഈ പറയുന്ന ഒരു സസ്റ്റൈനബിൾ ഇനിഷ്യേറ്റീവ് ആണല്ലോ. അപ്പോൾ അന്ന് നമ്മളെ പിടിച്ചു നിർത്തിയത് ഒരുപാട് ഫണ്ടിങ് സപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഗ്രാൻഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഗ്രാൻഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്പാൻഷൻ, മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫണ്ടിങ് സപ്പോർട്ടുകളാണ് അതൊക്കെ. പക്ഷെ എന്നാൽ ആ ഫണ്ടിങ് സപ്പോർട്ടുകൾ ബാക്കപ്പിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഓക്കെ, ലോണുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ലോണിന് കറക്റ്റായിട്ട് EMIs പോകണം, അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബട്ട് എന്നാൽ ഇത്തരം എക്കോസിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന പ്രൊജക്റ്റിൽ ഒരു വിശ്വാസം കർഷകർക്ക് മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്ത. ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ ഇനിഷ്യേറ്റീവ് അല്ല, ഇത് ഒരുപാട് എക്കോസിസ്റ്റം ഇനേബിളേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. അതായത് ഇപ്പൊ മേക്കർ വില്ലേജ് ആയിക്കോട്ടെ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഞങ്ങൾക്ക് ആദ്യത്തെ ഗ്രാൻഡ് കിട്ടുന്നത് TCSൽ നിന്നാണ്. അതൊരു 2 lakh rupees ആയിരുന്നു. പിന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അതുപോലെ തന്നെ ഹിറ്റാച്ചി, നാഷണൽ ഇന്നോവേഷൻ ചലഞ്ച്, ഇങ്ങനെ പിന്നെ സീമെന്റ് തൃശ്ശൂരുള്ള. അപ്പൊ ഇവരൊക്കെ ഫണ്ട് തന്ന് മാത്രമല്ല സപ്പോർട്ട് ചെയ്ത്, ഇവരെ ടെക്നോളജി ഡെവലപ്മെന്റൽ സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളുടെ ഓരോ ജേണിയിലുള്ള ചലഞ്ചസ് മനസ്സിലാക്കി അവർ റൈറ്റ് പീപ്പിളിനെ കണക്ട് ചെയ്ത് ആ ഒരു ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു പ്രൊഡക്റ്റ് സർട്ടിഫിക്കേഷനിലേക്ക് വന്നതും പിന്നെ ആ റിക്വയർമെന്റ് മാർക്കറ്റിലേക്ക് ഒരു സഡൻ ബൂം ഉണ്ടായത്. ഈ പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, മാർക്കറ്റ് അഡ്വാൻറ്റേജ് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ടൈം, അതുപോലെ അഫോർഡബിലിറ്റി, ഈസ് ഓഫ് യൂസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റിന് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടി. അങ്ങനെയാണ് പ്രോഫിറ്റബിളിലേക്ക് നമ്മൾ വന്നത്. തുടക്കത്തിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റിയെന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഞാനത് കേട്ടിരുന്നു, ഇൻ്റർവ്യൂസ് ഒന്നും വായിക്കാനും ഒക്കെ പറ്റി. അതായത് ഫ്രണ്ട്സിൻ്റെ നിന്ന് കടം വാങ്ങിയിട്ടും 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടൊക്കെയാണ് നിങ്ങൾ ആദ്യത്തെ ഡ്രോൺ നിർമ്മിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഫൈനാൻഷ്യലി ഇപ്പോൾ ഒരു ഇയർലി എത്ര ടേൺ ഓവർ ആണുള്ളത്, ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ്, ആ ഒരു ഗ്രോത്തിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു ഗ്രോത്ത് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനും ഇതേ ഒരു സെയിം കഥ തന്നെ ആയിരിക്കും ഉള്ളത്. കാരണം അവർക്ക് ടെക്നിക്കലി അവർക്ക് ഭയങ്കര ഐഡിയാസ് ഉണ്ടാവും, അവർക്കത് ഓപ്പറേഷണലി എങ്ങനെ അതിൽ നിന്ന് ഇൻകം കിട്ടുക എന്നുള്ളത് അറിയില്ലായിരിക്കും. തുടക്ക കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ടെക്നോളജി ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്തും നമുക്കറിയാവുന്ന ടെക് നോ ഹൗസ് ഷെയർ ചെയ്തും ആണ് നമ്മൾ ആദ്യമായിട്ട് ഫണ്ട് ബൂട്ട് സ്ട്രാപ്പ് ചെയ്തത്. അത് കൂടാതെ തന്നെ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വന്നപ്പോൾ നമുക്ക് ഡെയിലി എക്സ്പെൻസുകൾ വരാൻ തുടങ്ങിയപ്പോഴേക്കും ഇൻകം ഒന്നുമില്ല, നമുക്ക് ഡെയിലി എക്സ്പെൻസ് മാത്രം നടക്കുന്നുണ്ട്. ഡ്യൂ ഡെലിജൻസ് ആയിക്കോട്ടെ, രജിസ്ട്രേഷൻസ്, അതുപോലെ തന്നെ ചെറിയൊരു ട്രാവൽ ആണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്നത് ഫ്രണ്ട്സ്, ഫാമിലി അമ്മയാണുള്ളത്. അമ്മ ഓൾറെഡി ഒരു എന്റർപ്രണറാണ്. എന്റർപ്രണർ എന്ന് പറയുന്നത് അമ്മ കൃഷിക്കാരിയാണ്. അതുപോലെ തന്നെ വീട്ടിലൊരു 24 പശുക്കൾ അമ്മ ഒറ്റയ്ക്കായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ദിവസം കാണുന്നുണ്ട് അമ്മ അതിൽ നിന്നൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നത്. അത് ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. അപ്പൊ അമ്മയുടെ മക്കൾ അത്രയെങ്കിലും ഒന്ന് എത്തണമല്ലോ. അപ്പോ അമ്മ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചു, അതിൽ നിന്ന് ഉള്ളൊരു എമൗണ്ട് ഒക്കെ തന്നിട്ട്
നീ എപ്പോഴെങ്കിലൊക്കെ തന്നാൽ മതി. ഒരു പ്രഷറും എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് നമ്മ അത്രയും ഫണ്ടാണല്ലോ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് എന്നോർക്കും. പിന്നെ ചേച്ചിയുടെ ഫ്രണ്ട്സാണ് കൂടുതലും. അവര് കാരണം എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് സർക്കിളാണ്. പക്ഷെ ചേച്ചിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പല ഫീൽഡിൽ നിന്നിട്ടുണ്ട്. സിനിമ, അതുപോലെ തന്നെ ബിസിനസ്, അങ്ങനെ പിന്നെ ചേച്ചിയുടെ കോളേജ് ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സ്റ്റിൽ അവര് ഭയങ്കര ബോണ്ടിങ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും എന്റെയും കൂടെ ഫ്രണ്ട്സായി, അത് വേറെ കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്രൊജക്റ്റും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാൻ ഒരു റൂറൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരാള് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് അവരും കാണുമ്പോഴേക്കും അവർക്കൊരു കൈൻഡ് ഓഫ് ട്രസ്റ്റ് വരികയാണ്. അവർക്കൊരു സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റും. കാരണം ചേച്ചിയുടെ കുറെ ഫ്രണ്ട്സ്, ഒരു രാധിക എന്ന് പറയുന്ന ചേച്ചി, ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു മെമ്മറിയിൽ വന്നാണ്. കാരണം അന്ന് നെറ്റ് റീചാർജ് ചെയ്യാൻ പോലും ആ ചേച്ചിയുടെ ഫ്രണ്ട്സ് എനിക്ക് റീചാർജ് ഒക്കെ ചെയ്തു തരും. കാരണം ഞാൻ കുറെ കൂടെ പഠിക്കട്ടെ. ഞാൻ കൂടുതലും നമ്മൾ ഈ ഡ്രോണിന്റെ കാര്യങ്ങൾ പഠിക്കുന്നത് യൂട്യൂബിലൂടെ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ആയിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളുടെ പഠനം, അതുപോലെ തന്നെ റിസർച്ച്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് പറ്റുന്നത് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു. ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ചെയ്യൂ ഒന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ്. പിന്നെ നമ്മള് കമ്പനി തുടങ്ങി അതൊരു എക്സ്പാൻഷനിലേക്ക്, അല്ലെങ്കിൽ ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഫണ്ട് വേണം എന്ന് നോക്കുമ്പോഴാണ് ബാങ്കുകളിലേക്ക് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ ഇൻവെസ്റ്റേഴ്സിന്റെ അടുക്കലൊക്കെ പോയിരുന്നു, ഒരുപാട് ഏഞ്ചൽസിന്റെ അടുക്കലും VCന്റെ അടുക്കലൊക്കെ പോയിരുന്നു. അപ്പോൾ ഇവരാരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല. അന്ന് പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല, കോവിഡിന്റെ ടൈമാണ്. പിന്നെ ഇന്ത്യ ഒരു ഹാർഡ്വെയർ എക്കോസിസ്റ്റത്തിന് ഫീസിബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിജക്ട് ചെയ്തത്. അവർ തന്നെ പറഞ്ഞു ഗ്രാൻഡുകളോ ലോണുകളോ ഒക്കെ ഒന്ന് അപ്രോച്ച് ചെയ്യും, വൺസ് ഒന്ന് ഒരു ട്രാക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്ന് അവർ തന്നെ പറഞ്ഞു. അതൊരിക്കലും ഒരു നെഗറ്റീവ് ആസ്പെക്ട് അല്ല, അത് അവരുടെ പോയിന്റിൽ അതൊരു റിസ്ക് എലമെന്റ് ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബാങ്കിലേക്ക് ചെല്ലുന്നു. ബാങ്കിന്റെ പ്രോസസ്സ് ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ പല ആൾക്കാരോടും ചോദിക്കുക എന്താണ് ബാങ്കിൽ പോയി പറയുക. അപ്പോൾ ഓരോ ആൾക്കാർ അവരുടെ ഫ്രണ്ട്സ് ബാങ്ക് മാനേജേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ഓരോ ബാങ്കിലേക്ക് റെഫർ ചെയ്യാൻ തുടങ്ങി. അത് ഫാമേഴ്സ് തന്നെ റെഫർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള മെന്റേഴ്സ്, ഒരു ഫിനാൻഷ്യൽ മെന്റർ ഗിരീശങ്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, രഞ്ജിത്ത് കാത്തേൻ അസോസിയേറ്റ്സിലെ. അപ്പം ഇവരൊക്കെ ഓരോ ആൾക്കാരെയും കണക്ട് ചെയ്ത് തുടക്കം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ യൂക്കോ ബാങ്ക്, അതുപോലെ പിന്നെ അത് കഴിഞ്ഞ് സൗത്ത് ഇന്ത്യൻ, ഫെഡറൽ ബാങ്ക്, SBI, ഇങ്ങനെ എല്ലാ ബാങ്കുകളും ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഓരോ ബാങ്കുകളും ബ്രാഞ്ചുകളും ടിക്ക് ചെയ്ത് ചേർത്തല മൊത്തം ഞാൻ കവർ ചെയ്തു. ചേർത്തല ഹോം ടൗൺ ആണ്. എല്ലാ ബാങ്കുകളും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ബാങ്ക് അക്കൗണ്ട്, അത്യാവശ്യം നല്ലൊരു ട്രാൻസാക്ഷൻ ഉള്ള ഒരു ബാങ്ക് അക്കൗണ്ടും കൂടെ ആയിരുന്നു. ആ അക്കൗണ്ടിലുള്ള ബാങ്കിൽ പോയിട്ട് പോലും അവർ റിജക്ട് ചെയ്തു. കാരണം മാനേജർ ലെവലിലെ പ്രൊജക്ട് വളരെ സാറ്റിസ്ഫൈങ് ആണ്. പക്ഷെ എന്നാൽ ഒരു റീജിയണൽ ഓഫീസ് അത് സാങ്ഷൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവർക്കത് ഒട്ടും ഫീസിബിൾ ആവുന്നില്ല. കാരണം ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവിന് ആരും മുമ്പ് കേരളത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇവർക്ക് ഇതിന്റെ പേപ്പർ വർക്കുകൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാൽ അന്നും മുദ്ര സ്കീമുകളും CGTMSE സ്കീമുകളൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല, ഇതല്ലല്ലോ ഇവിടുത്തെ ഒരു കീഴ്വഴക്കം. ബിസിനസ് ലോണുകളാണല്ലോ ഇവർ ചെയ്യുന്നത്. ബിസിനസ് ലോണുകൾ 14-15% ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ബിസിനസിന് പ്രോഫിറ്റ് പോലും കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് മാക്സിമം ഇൻട്രസ്റ്റ് കുറവുള്ള ഏതെങ്കിലും ഒരു സ്കീം, അതും കൊളാറ്ററൽ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഉപകാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാങ്കിന്റെ അടുക്ക റിക്വസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഒരു ഓപ്ഷൻ ഇല്ലാഞ്ഞിട്ട് PM ഓഫീസിലേക്ക് മെയിൽ അയക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നു, എനിക്കിന്ന് ഇതിന്റെ ഫണ്ട് കിട്ടുന്നില്ല, നിങ്ങൾ എല്ലാ ബഡ്ജറ്റില് ഓരോരോ സ്കീമുകൾ, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രൗണ്ട് ലെവലിൽ നമുക്കൊന്നും ഒരു സപ്പോർട്ടും ബാങ്കുകൾ ത്രൂ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു റിപ്ലൈ വരുന്നത് അഗ്രി ഇൻഫ്ര എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീം വഴി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, അത് ആ സ്കീം ഇംപ്ലിമെന്റേഷനിൽ വരുന്നതേ ഉള്ളൂ എന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം ഈ സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിൽ തന്നെ ഇപ്പം ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഇവര് സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അപ്പൊ ഇവര് തുടങ്ങിയപ്പോഴേക്കും ഞാൻ ലോണുമായിട്ട് ചെന്നു. അപ്പോൾ ഇവർക്ക് നോ പറയാൻ പറ്റില്ല. കാരണം ഒരു സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത്. അപ്പൊ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മൊത്തം എക്സിസ്റ്റൻസിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ
PM ഓഫീസിൽ നിന്ന് വന്ന മെയിലൊക്കെ ജസ്റ്റ് കാണിച്ചു, ഇങ്ങനെ ഒരു റിപ്ലൈ ഒക്കെ വന്നു, ഈ ഒരു സ്കീമിൽ കൂടെ ചെയ്ത് തന്നാൽ മതി, ഇന്നതൊക്കെയാണ് ഗൈഡ് ലൈൻ എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു ബാങ്കിൽ. പക്ഷെ ബാങ്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, മറ്റുള്ള ബാങ്കുകൾ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ ഇവരൊരു ഹോപ്പ് തന്നു, ഞങ്ങൾ ചെയ്യാം, പക്ഷെ ഒന്ന് സമയം തരണം, ഇതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഒന്ന് പഠിക്കണം എന്നൊക്കെ. പക്ഷെ അവരുടെ ആ പഠനം ഏകദേശം ഒരു 4 മാസത്തോളം മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ മെന്റർ ഗിരി പറഞ്ഞു, വേറെ ഓപ്ഷൻ ഇല്ല ദേവന്, ഈ ഫണ്ട് തന്നെ കിട്ടണം. അപ്പോൾ എല്ലാ ദിവസവും ബാങ്കിലേക്ക് പോവുക. ഞാനിപ്പോൾ ബാങ്കിലെ ഷട്ടർ തുറക്കുമ്പോൾ ഞാൻ ബാങ്കിൽ കയറും, ഷട്ടർ ഇടുമ്പോൾ ഞാൻ ഇറങ്ങും. അവരുടെ ഒരു പാർട്ടായി. അന്നത്തെ മാനേജേഴ്സിന്റെ കൂടെ, അന്നത്തെ ക്ലർക്കിന്റെ കൂടെയും അവിടെ ഉള്ള സ്റ്റാഫിന്റെ കൂടെയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കുന്നതും പുറത്തു പോകുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ. അവസാനം അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ കൊണ്ടുവന്നിട്ട് നമ്മളോടും കൂടെ ഒപ്പിടാൻ പറയും. ബിക്കോസ് അവരുടെ ഒരു പാർട്ടായി. അവരെല്ലാ ദിവസവും രാവിലെ നോക്കുമ്പോൾ ഞാൻ ലാപ്പൊക്കെ ആയിട്ടിരുന്ന് അവിടെ ഇരുന്ന് മെയിലുകളൊക്കെ അയക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാ ലോൺ ചോദിക്കുമ്പോൾ അവർ പറയും ഒന്ന് വെയിറ്റ് ചെയ്യും, നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു 4 മാസങ്ങൾക്ക് ശേഷമാണ് ഡിസംബറിൽ ആദ്യത്തെ ഒരു ലോൺ സാങ്ഷൻ ആവുന്നത്. ഒരു 10 ലക്ഷം രൂപയും പിന്നെ ഒരു 7.5 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റലുമാണ് കിട്ടുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഫസ്റ്റ് ഇയർ നമ്മൾ ആ ഒരു 10 lakhs നിന്ന് ഒരു 35 lakhs ടേൺ ഓവറിലേക്ക് വന്നു. ടേൺ ഓവർ ഈ സർവീസ്, അതായത് ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ പതിയെ ചെറിയ എമൗണ്ടുകളൊക്കെ മേടിച്ചു. അങ്ങനെ കേരളം മുഴുവൻ ഓടി നടന്ന്, അതായത് ഒരു ഈക്കോ കാറ് മേടിച്ചു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഡ്രോണൊക്കെ ആയിട്ട് എല്ലാ ജില്ലകളും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരുന്നു. ഓഫീസസ് എ വാൻ എന്നുള്ള രീതിയിലായിരുന്നു. വാനിൽ തന്നെയായിരുന്നു പ്രിന്ററും. ഇപ്പൊ നമ്മള് റീൽസിലൊക്കെ കാണുന്ന പോലെ അതായത് ഒരു വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങാനും എല്ലാ സെറ്റപ്പുകളും ചെയ്യുന്ന പോലെ അത് ഒരു ഓഫീസ് പോലെ തന്നെയായിരുന്നു. ഇപ്പൊ ജേക്കബിന്റെ സ്വർഗരാജ്യം, അത് വേണമെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാ സെറ്റപ്പുകളും അവിടെ ഉണ്ട്. ഡ്രോൺ മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ അവിടെ അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഞാൻ തന്നെ ഫീൽഡിൽ പോയി ഓപ്പറേറ്റ് ചെയ്യും, ഫ്ലൈ ചെയ്യും. അതിനുശേഷം ഞാൻ തന്നെ ബില്ല് കൊടുക്കും, പേയ്മെന്റ് കളക്ട് ചെയ്യും. ഇങ്ങനെ ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഈ പറയുന്ന നമ്മളൊരു പതിയെ ഒരു ട്രാക്കിലേക്ക് കയറുന്നു. ഇപ്പൊ പതിയെ നമ്മുടെ ടീമിലേക്ക് അതുൽ ചന്ദ്രൻ, നമ്മളുടെ CTO ആണ്. അതിൽ ആക്ച്വലി ചേച്ചിയുടെ കൂടെ പഠിച്ചതും കൂടെയാണ്. അപ്പൊ അതിൽ പ്രൊഡക്റ്റ് ഡിസൈനർ ആണ്. ഇപ്പൊ പ്രൊഡക്റ്റിന്റെ അടുത്ത ലെവലിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിലുള്ള ഹെൽപ്പ് എടുക്കുന്നു. ഇപ്പൊ നമുക്ക് കുറച്ച് പതിയെ ഫണ്ടുകളൊക്കെ കിട്ടി തുടങ്ങി. ഈ 35 lakhs എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അത് ട്വീറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവർ 35ലേക്ക് കൊണ്ടുവന്നു. അത് ഭയങ്കര ബൂമായിരുന്നു. ആൾക്കാർ ഒരുപാട് പേര് ശ്രദ്ധിച്ചു. അവർ വന്നിട്ട് നമ്മളുടെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യം കാണിച്ചു. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുത്തില്ല, കാരണം നമുക്ക് ഓൾറെഡി റവന്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് റിക്വയർമെന്റ് ഉള്ളപ്പോൾ ബാങ്ക് അഗെയിൻ ഫണ്ട് ചെയ്യാൻ തുടങ്ങി. അവര് ഇമ്മീഡിയറ്റ്ലി ഇത്രയും റിക്വയർമെന്റ് കണ്ടിട്ട് 50 ലക്ഷം രൂപ പിന്നെ ഫണ്ട് ചെയ്തു. അങ്ങനെ ഓരോ സ്റ്റേജസിൽ നമ്മൾ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു 5 വർഷം കൊണ്ട് ആ 10 ലക്ഷം രൂപ നമ്മൾ 10 കോടി ടേൺ ഓവറിലേക്ക് ലാസ്റ്റ് ഇയർ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു 7 സ്റ്റേറ്റുകളിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്നുണ്ട്. ഒരു 2500ഓളം ഫാമേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട്. അത്രയും ആ പറയുന്ന ആ ഒരു ചെറിയൊരു തുടക്കം ഇത്രയൊക്കെ വളരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ സപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ സ്ഥാപനം പ്രവർത്തിക്കുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ മേക്കേഴ്സ് വില്ലേജിലാണ്. അതുകൂടാതെ ഇപ്പം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ട്വീറ്റ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്, ആ ഒരു ഭാഗത്തുനിന്ന് സഹായങ്ങൾ, ഇപ്പോൾ PM-ൻ്റെ ഇമെയിൽ റിപ്ലൈ കിട്ടുന്നു. അങ്ങനെ ഇതിന്നൊക്കെ വരുന്ന സപ്പോർട്ട് ഇവർക്കൊക്കെ നമ്മുടെ മേലുണ്ടാവുന്ന ഒരു ട്രസ്റ്റും കൂടെ ഉണ്ടല്ലോ. അത് തരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒരേ സമയം ഒരു കോൺഫിഡൻസ് ബൂസ്റ്റും തരും. പക്ഷെ അത് എപ്പോഴെങ്കിലും ആങ്ഷ്യസ് ആക്കിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം? അതുമാത്രമല്ല, ഇവരുടെ ഈ സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഒരു ഏർലി ട്രജക്ടറിയിലും ഇപ്പോഴുള്ള ഈ യാത്രയിലും ഒക്കെ? ഈ സപ്പോർട്ട് ശരിക്കും കിട്ടുമ്പോൾ, അതായത് ഫ്യൂസലേജ് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ഫണ്ട് ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. സ്കീമുകളിൽ ഫണ്ടുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഇറക്കി നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും ആവശ്യം വന്നിട്ടില്ല. അത് നമ്മളുടെ ചുറ്റിനുമുള്ള ഒരുപാട് ആൾക്കാർ നമ്മളുടെ പ്രൊജക്റ്റിലുള്ള ഒരു ട്രസ്റ്റ് കൊണ്ടും നമ്മൾ വളരെ ജെന്യുവിനായിട്ട് പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, സോഷ്യൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരുപാട് പേർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന ഇൻഡിജീനിയസേഷനൊക്കെ നമ്മൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കാണിച്ചു.
ഓക്കെ, ഇതൊക്കെ നമുക്ക് ഈ കിട്ടിയ ഗ്രാൻഡുകളും സപ്പോർട്ടുകളിലും കൂടെയാണ്. നമുക്കൊരു 100 രൂപ നമുക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 150 രൂപയുടെ എഫേർട്ട് നമ്മൾ അതിനകത്ത് ഇടും. അത് നമ്മുടെ ടീമിന്റെ ഒരു കഴിവാണത്. അത് അവർക്കും ആ ഒരു, കാരണം നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ഒരു 100% കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ അതിൽ നിന്നൊരു നല്ലൊരു ഔട്ട്കം വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ അച്ചീവ്മെന്റ്സ് എല്ലാം കിട്ടുമ്പോൾ നമ്മളോട് ഒരുപാട് പേര് പറയാറുണ്ട്, ഇത് എന്താ പറയാ, ഒരുപാട് അവാർഡുകളും ഈ സപ്പോർട്ടുകളൊക്കെ കിട്ടുമ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേർക്ക് എക്സ്പെക്ടേഷൻസ് ഒരുപാട് ഉണ്ടാവും. ശരിയാണ്, ഒരുപാട് പേർക്ക് ഞങ്ങളെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ വളരെ വലുതാണ്. ഫ്യൂസ്ലേജ് ഇങ്ങനെ നിന്നാൽ പോരാ, നമ്മളുടെ മെന്റേഴ്സ് ആണെങ്കിലും വെൽ വിഷേഴ്സ് ആണെങ്കിലും അവരും കുറെ കൂടെ പ്രോഗ്രസീവായിട്ട് നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പറയാറുണ്ട് അതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന സപ്പോർട്ടുകളും കൂടുതലും ഹെൽപ്പ് ചെയ്തത് ഈ പറയുന്ന ഈ സ്കെയിലപ്പ് പ്ലാനുകളിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ലോണുകൾ നമുക്ക് കിട്ടുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗവൺമെന്റ് ഗ്രാൻഡുകളൊക്കെ ഒരു തരത്തിൽ ലോൺ കൂടുതൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് തന്നെയാണ്. അതായത് നമ്മളെ ഒരുപാട് ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഗ്രാൻഡ് ആയിട്ട് തരുമ്പോൾ ബാങ്കിന് പാരലലി നമ്മളെ കൊളാറ്ററൽ ഫ്രീ ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസും കൂടെയാണ് ബിൽഡ് ചെയ്യുന്നത്. അവർ നോക്കുമ്പോൾ എന്താണ്, അവര് പ്രൊജക്റ്റ് ചെയ്യുന്നു, നമ്മളെ ഫണ്ട് ചെയ്യുന്നു, നമുക്ക് റവന്യൂസ് ഉണ്ട്, ടേൺ ഓവർ ഉണ്ട് ലാസ്റ്റ് 3 year ആയിട്ട്. അന്ന് അത് മാത്രമല്ല, നമുക്കതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ഒരു ടെക്നോളജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു, അത് സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഫ്യൂച്ചറിലേക്ക് മറ്റു പാർട്ടീസ് ഇൻവോൾവ് ആണോ എന്നുള്ളത്, അത് വേറെ പുതിയ ആളുകൾക്ക് ഈ പ്രൊജക്റ്റിലേക്ക് വരാൻ ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ കസ്റ്റമേഴ്സ് ഇപ്പോഴും റീറ്റെയിൻ ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കുന്നത്, അതൊരു പോയിന്റ് ആണ്. ഇപ്പൊ കൂടുതൽ ഓർഗനൈസേഷൻസ്, ഇപ്പോൾ സെൽക്കോ ഫൗണ്ടേഷൻ, സോഷ്യൽ ആൽഫ, UNDP 2020 തൊട്ട് നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തതാണ്. 2023 സെൽക്കോ ഫൗണ്ടേഷൻ വരുന്നത്. സോഷ്യൽ ആൽഫ വരുന്നത് ഈ വർഷമാണ് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഓരോ ആൾക്കാർക്കും കോൺഫിഡൻസ് വരുന്നത് ഓരോ ബാക്ക് ആൻഡ് സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഗ്രാൻഡുകളുടെ രീതിയിലാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 38ഓളം ഗ്രാൻഡുകൾ അപ്ലൈ ചെയ്ത് പ്രസന്റേഷൻസ് കഴിഞ്ഞിട്ട് കിട്ടാതിരുന്നിട്ടാണ് ആദ്യത്തെ ഒരു ഗ്രാൻഡ് 2 lakh rupees TCS നിന്ന് കിട്ടുന്നത്. അതിനുശേഷം ഈ കിട്ടാതിരുന്ന പല ഗ്രാൻഡുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അന്ന് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ വാലിഡേഷൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജിൽ നിന്ന ആ ഒരു കമ്പനി സ്കെയിലപ്പ് ആവുമോ എന്നുള്ളൊരു വിശ്വാസക്കുറവായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിലും ഒരാള് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി സ്വാഭാവികമായിട്ട്, കാരണം ഒരാൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തൊരാൾക്ക് വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് അത് സംഭവിക്കുന്നത്. ഇപ്പൊ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആയിരുന്നു ആദ്യത്തെ വാലിഡേഷൻ. ആദ്യം നമ്മളൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യുക ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണമല്ലോ. അതിനുശേഷമാണ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വാലിഡേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് റിസർച്ച് ഓർഗനൈസേഷൻ ഉബാസി വാലിഡേറ്റ് ചെയ്യുന്നത്. പിന്നെയാണ് ഹൈദരാബാദുള്ള ഇക്രിസാറ്റ് നമ്മളുടെ ടെക്നോളജി വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വാലിഡേഷൻ പ്രോസസ്സും ഒരു സപ്പോർട്ടീവ് മാത്രം നമ്മൾ ഒതുങ്ങാണ്ട് മൾട്ടിപ്പിൾ സപ്പോർട്ടീവ് എക്കോസിസ്റ്റം തന്നെ നമുക്കിവിടെ ഉണ്ട്. അവരെല്ലാരെയും ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഓരോ ഇൻവോൾവ്മെന്റിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടും. അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഈ കേരളത്തിനെ പറ്റി പറയുമ്പോൾ കേരളം എന്ന് പറഞ്ഞാല് ബീവറേജും ലോട്ടറിയും കൊടിപിടിക്കലും ഒക്കെ ആണെന്നൊരു ധാരണ പൊതുവെ കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ പറയുന്നവരും അങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ ഉള്ളൊരു മറുപടി കൂടെയാണ് നിങ്ങളുടെ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സപ്പോർട്ടും ഈ ഒരു എക്കോസിസ്റ്റം, ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എത്രത്തോളം അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ആൾക്കാർക്കും എത്രത്തോളം അഡ്വാൻറ്റേജ് കേരളം എന്നുള്ള നിലയിൽ സ്റ്റാർട്ടപ്പുകൾക്കുണ്ട്? ഇപ്പോഴും ഫ്യൂസ്ലേജിന്റെ വളർച്ചയെ പല ആൾക്കാരും കാണുന്നത് എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു നോർത്ത് സൈഡിലാണെങ്കിൽ ഇപ്പൊ ഡൽഹിയിലായിരുന്നെങ്കിൽ കുറെ കൂടെ ഗ്രോത്ത് സംഭവിച്ചേനെ. ഇപ്പൊ കേരളത്തിന് പുറത്തായിരുന്നു നിങ്ങളുടെ, അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരുന്നെങ്കിൽ കൂടുതൽ ഗവൺമെന്റുകൾ സപ്പോർട്ടുകളും
ഒരുപാട് എക്സ്പാൻഷനൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റിയേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഒരു കൈൻഡ് ഓഫ് എക്സ്പാൻഷൻ. നമ്മളിപ്പോൾ കാനഡയിൽ നമ്മളുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. കാനഡ എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യമാണ്. നമ്മൾ ഇന്ത്യ ഒരു വികസിത രാജ്യമാണ്. നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു വികസിത രാജ്യത്തിൽ പോലും ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്, ഒരു ടെക്നോളജി എന്ന് പറയുന്നത്, ഗ്രൗണ്ട് ലെവൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഇപ്പം നമുക്ക് പറയാം, ഇപ്പൊ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ടെക്നോളജി നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ സാധിക്കുന്നത് നമ്മളുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ടെക്നോളജി നമ്മൾ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ നമുക്ക് ബിസിനസ് ചെയ്തപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് ഈ ഫോമിൽ അല്ലെങ്കിൽ മറ്റൊരു ഫോർമേഷനിലായിരിക്കും വേറൊരിടത്ത് ഉണ്ടാവുക. അത് ബിസിനസ്സിൽ എല്ലാ ബിസിനസ്സുകളിലും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലെങ്കിൽ ആ ബിസിനസ്സിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്, ഇവിടെ ഒരു ബിസിനസ് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് എവിടെയും നമുക്കത് കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യാനും വിൽക്കാനും പറ്റും. ഇപ്പം കാനഡയിൽ ഞങ്ങൾ ഓപ്പറേഷൻസ് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായത് ടെക്നോളജി ഉണ്ട്, പക്ഷെ എന്നാൽ ഗ്രൗണ്ട് ലെവൽ നമ്മളെ പോലെ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ആൾക്കാരെയൊന്നും അവർ കണ്ടിട്ടില്ല. ഓക്കെ, അവിടെയും ഡ്രോൺസ് ഉണ്ട്, അവിടെ മോഡേൺ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, അവിടെ പേർപ്പസിലാണ് പല കാര്യങ്ങളും. പക്ഷെ എന്നാൽ ഒരു ഗ്രൗണ്ട് ലെവൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇത്രയും എക്കണോമിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ടെക്നോളജിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തത് നമ്മളുടെ ടെക്നോളജിയാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് അവർ കൂടുതലും എക്കണോമി അല്ലെങ്കിൽ GDP-യിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയ ടെക്നോളജീസിനെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളം ചിലപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അഗ്രികൾച്ചറിൽ വളരെ കുറച്ച് ലാൻഡ് ഹോൾഡിങ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ എന്നാൽ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു 7 സംസ്ഥാനങ്ങളിൽ നമ്മളുടെ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. വളരെ വാസ്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളം ഒരു തടസ്സമല്ല ഒരു ബിസിനസിനെ സംബന്ധിച്ച്. ഏറ്റവും നല്ലൊരു എൻവയോൺമെന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഞാൻ തുടങ്ങിയ സമയത്തിനേക്കാൾ ഒരുപാട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ കേരളം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തില് ലോകത്ത് തന്നെ ഒരു മാതൃക ആയിട്ടുള്ളൊരു കുറെ റെക്കഗ്നൈസേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് റീസെന്റ്. അത് ഒരു ഗ്രൗണ്ട് ലെവലിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും ഇപ്പൊ ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, മേക്കർ വില്ലേജ്. ഞാൻ ഹാർഡ്വെയർ ആണ്, മേക്കർ വില്ലേജ് വരിക. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. ഇന്ന് എല്ലാ ജില്ലകളിലും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഇന്റർവെൻഷൻസ് ഉണ്ട്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മാത്രമല്ല, അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിന്റെ ഓരോരോ വിങ്ങുകൾ പല ജില്ലകളിലുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റുകൾ ഇൻക്യുബേറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും കുറച്ചുകൂടെ എന്താ പറയാ, സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ പല ഫണ്ടിങ് സ്കീമുകളും പല മെന്റേഴ്സിനെയൊക്കെ ഓൺബോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ടീവ് എൻവയോൺമെന്റ് ഉണ്ട് കേരളത്തിൽ. അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പാൻഷന്റെ കാര്യം പറഞ്ഞു, കാനഡയിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇന്റർനാഷണലി പല എക്സ്പോയിൽ പോയിട്ടും പ്രസന്റേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഫിൻലാൻഡിൽ നിന്ന് ആക്ച്വലി അവിടെ ഒരു ഓഫീസ് തുടങ്ങാൻ അവിടെ നിന്ന് തന്നെ സപ്പോർട്ട് കിട്ടി എന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ UK-യിൽ നിന്നുള്ള ഓർഡേഴ്സ്, കാനഡയിൽ നിന്ന് ഓർഡേഴ്സ്, കാനഡയിൽ വർക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്ലോബൽ എക്സ്പാൻഷൻ? അപ്പോൾ ഈ ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാനുകൾക്കൊപ്പം തന്നെ അവിടേക്ക് ആ ഒരു എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? സോ ഈ ഗ്ലോബൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതൊന്നും ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ പോലെ തന്നെ ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യണമെന്നൊന്നും നമുക്ക് ആഗ്രഹം ഒന്നുമില്ല. നമ്മളുടെ സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റികളും ഓൺബോർഡ് ആയി കിട്ടുക. ഇപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ബിഗ് ഡെമോ ഡേയിൽ നമ്മൾ അഗ്രിടെക്കിന്റെ ബിഗ് ഡെമോ ഡേയിൽ പ്രസന്റ് ചെയ്യുമ്പോഴാണ് ഒരു കനേഡിയൻ ഒഫീഷ്യൽസ് അവര് നമ്മളുടെ പ്രസന്റേഷൻ കേട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ 2020 നടത്തിയപ്പോഴാണ് അന്ന് ഒരു UK-യിൽ നിന്നുള്ള ഒരു ഡീൽ മേക്കർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കണക്റ്റിലൂടെയാണ് നമ്മൾ UK മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തത്. പിന്നെ നമുക്ക് ഇപ്പൊ ഫിൻലൻഡ് എന്ന് പറയുന്നത്, ഫിൻലൻഡ് ഡെലിഗേഷന്റെ പാർട്ടായിട്ട് അവരുടെ ഒരു സാറ്റലൈറ്റ് ഇവന്റ്, ഒരു പിച്ചിങ് കോമ്പറ്റീഷൻ ഇന്ത്യയിൽ നടത്തി. അതായത് ഒരു 2 ഡിഗ്രി വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് പിച്ച് ചെയ്യുക എന്നുള്ളത്. അതിൽ ഞാൻ സെലക്റ്റഡ് ആയി ഇന്ത്യയിൽ നിന്ന്. എന്നിട്ട് ഞാൻ ഫിൻലൻഡിൽ പോയപ്പോൾ -22 ഡിഗ്രി
അതായത് ഐസ് ഹോളിനകത്ത് ഇറങ്ങി നിന്നുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ പിച്ച് ചെയ്യുക. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേൾഡ്സ് ലാർജസ്റ്റ് കൂളസ്റ്റ് പിച്ചിങ് ഇവന്റ് എന്നാ പറയാ. ആ ഒരു പിച്ചിങ്ങിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അത്രയും മൈനസ് ടെമ്പറേച്ചറിലും നമ്മൾ ആ ഒരു വിഷയത്തിനോട് എത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ആ ഫൗണ്ടേഴ്സിന്റെ മോട്ടീവ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അതുപോലെ തന്നെ അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഞാൻ ഏകദേശം 5 മിനിറ്റ് നിന്നു. കാരണം അതിന്റെ തൊട്ട് മുമ്പ് ദിവസം പ്രാക്ടീസിന് വരെ എനിക്ക് 1 മിനിറ്റ് തേക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഇത്രയും ചൂടുള്ള സ്ഥലത്തു നിന്ന് വന്നിട്ട് നമുക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ എന്നാൽ ആ ഒരു ഇവന്റിൽ എനിക്ക് എന്തുകൊണ്ടോ ഒരു 5 മിനിറ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇൻവിറ്റേഷൻസ് വന്നു അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റിൽ ആ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് ഇവിടെയുള്ള പ്രൊജക്റ്റുകളുടെ തിരക്കുകളും അതുപോലെ തന്നെ റൈറ്റ് പീപ്പിളിനെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഫിസിക്കലി പോയി ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒരു റൈറ്റ് മാൻ പവറിനെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഇൻവിറ്റേഷൻസ് ഒക്കെ ഗവൺമെന്റ് ലെവലുണ്ട്. അത് എല്ലാ രാജ്യങ്ങളിലും അവരുടെ സ്റ്റാർട്ടപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് വിങ്ങുകളിലുണ്ട് ഒരു ഓപ്ഷൻസ്. ഇപ്പോൾ കാനഡയിൽ സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം ഉണ്ട്, UK ഇന്നോവേറ്റർ വിസ പ്രോഗ്രാം ഉണ്ട്. അത് ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളിൽ കൂടെ അവർ ഫണ്ട് ചെയ്ത് നമ്മളുടെ ടെക്നോളജി അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഒരു നെക്സ്റ്റ് ലെവൽ എക്സ്പാൻഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു മോട്ടീവിലാണ് ഇപ്പൊ നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പ്രോഗ്രാമുകളിലൊക്കെ ഇപ്പോൾ കൺവേർജൻസ് എക്സ്പോ എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ വെച്ച് നടന്നൊരു എക്സ്പോ ആണ്. ഓട്ടോ എക്സ്പോയുടെ ഒരു സബ്സിഡറി ആണ്. അപ്പം ആ ഒരു എക്സ്പോയിൽ നമ്മൾ പ്രസന്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ഗൈടെക്സ് യൂറോപ്പിലേക്കും ഗൈടെക്സ് ദുബായിലേക്കും സ്പോൺസർഷിപ്പ് കിട്ടി. അതൊരു കോമ്പറ്റീഷന്റെ പാർട്ടായിട്ടാണ്. അപ്പം നമ്മൾ ഈ ഗൈടെക്സ് യൂറോപ്പിൽ ഇപ്പോൾ റീസെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മളുടെ ടീമിൽ നിന്ന് ടീംമേറ്റ്സ് ആണ് അവരെ ടേക്കപ്പ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇവന്റിന് ശേഷം നമുക്ക് വേറെയുള്ള ഇവന്റുകളിലേക്കും കൂടെ സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം നമ്മളൊരു സ്റ്റാർട്ടപ്പാണ്, നമ്മളുടെ കയ്യിൽ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ ഒരു ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെ ടെക്നോളജീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനോ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനോ ഒരു എന്താ പറയാ നോ ഹൗസ് ക്രിയേറ്റ് ചെയ്ത് ഒരു സ്റ്റാർട്ടിങ് ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ റീസെന്റ് വിയറ്റ്നാമിൽ നിന്ന് നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഒരു അഗ്രികൾച്ചർ എക്സ്പോയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻവിറ്റേഷൻസ് ഒക്കെ പല ഓർഗനൈസേഷൻസിൽ നിന്നും വരുന്നുണ്ട്. നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. 2023 കൈരളി ഇന്നോവേഷൻ അവാർഡിൽ മമ്മൂട്ടി ദേവന്റെയും ഫ്യൂസ്ലേജിന്റെ കോഫൗണ്ടർ ദേവിക ചന്ദ്രശേഖരൻ, ദേവന്റെ സിസ്റ്റർ, രണ്ടുപേരും പേരെടുത്ത് മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവിക ആക്ച്വലി പുഴു സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയും ദേവൻ ആക്ച്വലി ആ സെറ്റിൽ പോയി മമ്മൂട്ടിനോട് നേരിട്ട് സംസാരിക്കാനും ഈ പ്രോഗ്രാം നിങ്ങളുടെ കമ്പനീനെ പറ്റി പറയാനും ഒക്കെ പറ്റിയിരുന്നു. നിങ്ങളെ പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് മമ്മൂട്ടി അതിൽ പറയുന്നതും. ഇപ്പോൾ പേഴ്സണലി സെറ്റിൽ പോയി കണ്ട അനുഭവം വളരെ സന്തോഷപൂർവ്വമാണ് ദേവൻ പങ്കുവെച്ചതും. അപ്പോൾ ഈ മമ്മൂട്ടിനെ പോലുള്ള ആൾക്കാരുടെ നിന്നും ഈ അവാർഡുകളൊക്കെ കിട്ടുന്നതും എത്രത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം മോട്ടിവേഷനാണ് നിങ്ങൾക്ക് എത്തിയത്? മമ്മൂക്ക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കുഞ്ഞുനാളിലെ തൊട്ടൊരു മമ്മൂട്ടിയുടെ ആരാധകനാണ്. മമ്മൂക്കൻ്റെ എല്ലാ പടങ്ങളും വളരെ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ചേച്ചി പുഴുവിൽ വർക്ക് ചെയ്തു. ആ സമയത്താണ് ഫ്യൂസ്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2020. അപ്പൊ ഞാൻ ചേച്ചിയുടെ ഇങ്ങനെ പറയും, എടാ എനിക്കൊന്ന് കാണിച്ച. ചേച്ചി പുഴു കഴിഞ്ഞിട്ടാണ് ഫ്യൂസ്ലേജിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് പതിയെ തുടങ്ങി. അപ്പൊ ഒരു ഒഴിവ് സമയങ്ങളിൽ ഞാൻ ചേച്ചിയുടെ റിക്വസ്റ്റ് ചെയ്യണം ഒന്ന് കാണിച്ചത്. അപ്പൊ ചേച്ചി പറയും നമ്മളത് ബന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ദിവസം മമ്മൂക്ക കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ മമ്മൂക്കനെ പോയി കാണുന്നത്. റിലാക്സ്ഡ് അല്ലായിരുന്നു, പക്ഷെ എന്നാ നമുക്ക് മമ്മൂക്കനെ കാണുമ്പോൾ തന്നെ നമുക്കെന്ന് പറയുന്ന ഒരു ഗ്രേസ് ആണ്, ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് മമ്മൂക്കൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമുക്കതിനെ കണ്ട് കഴിഞ്ഞിട്ട് ഒന്നും സംസാരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതായത് നമുക്ക് മുന്നിൽ നിൽക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് പതിയെ ചോദിച്ചു എന്താണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡ്രോൺസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ കേട്ടിട്ട് ഇതൊക്കെ ഇസ്രായേലിലൊക്കെ ചെയ്യുന്ന ഇസ്രായേലിലൊക്കെ ഇതിന്റെ ഒരു വേറൊരു ഫോർമേഷൻ ആണ്, നമ്മൾക്ക് ഇങ്ങനെ ഒരു പേറ്റിനെ കേട്ടിട്ടുണ്ട്, ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളോട് ചോദിക്കുന്നത്
എന്ത് ടേൺ ഓവർ ഉണ്ട്, എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തു, വാല്യുവേഷൻ എത്രയാണ് ഒക്കെ ചോദിച്ചപ്പോൾ ഇത് വാല്യുവേഷനോ അതൊന്നും സാധനം എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പൊ നമുക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്, തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തുടങ്ങിയതേ ഉള്ളൂ, ഇങ്ങനെ ചെറിയ ചെറിയ ഗവൺമെന്റ് സപ്പോർട്ടുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു ഓക്കെ, ഡെവലപ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കൂ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ചേച്ചി ഡെവലപ്മെന്റ്സ് എല്ലാം നമുക്കോട് പറയുന്നുണ്ട്, മെസ്സേജ് അയക്കും, നമുക്കൊന്നും റിപ്ലൈ ഒന്നും ചെയ്യില്ല, ചിലപ്പോൾ ഒരു സ്മൈലി അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഇടും. ആ സിമ്പിൾ ഇടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, നമുക്കത് കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോ സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ സെറ്റിൽ ഓരോ തവണ നമുക്ക് കണ്ട കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു അടുത്ത തവണ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവണം. ഓക്കെ, ഇത് പറയുമ്പോൾ നമുക്ക് കൊള്ളാലോ. അപ്പൊ ഓരോ തവണ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ഈ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തു, ചിലപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓർഡേഴ്സ് ഒക്കെ കിട്ടിയിട്ട് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അറിയുന്നുണ്ടാവും, പത്രങ്ങളിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ മമ്മൂക്കന്റെ റൈറ്റ് ഹാൻഡ് ജോർജ് മമ്മൂട്ടി ചേച്ചിയായിട്ട് ഫ്രണ്ടാണ്. അപ്പം ജോർജേട്ടനുമായിട്ടും കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ജോർജേട്ടനും പറയാറുണ്ട്. അപ്പൊ ഓരോ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ച് മമ്മൂക്കനെ കാണും. ഇപ്പൊ ഈ പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റ്സും നമുക്ക് അറിയുന്നുണ്ട്. അപ്പൊ ഇത് അറിയുമ്പോൾ അത് കേൾക്കാൻ കാണിക്കുന്ന ഒരു ആകാംക്ഷ നമുക്ക് അറിയാലോ. നമുക്ക് ഈ ടെക്നോളജിയോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നമുക്കും ഭയങ്കര മിസ്സിങ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റുന്നില്ല, നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് ഉള്ളിൽ നല്ലൊരു ഇപ്പൊ റീസെന്റ് നമുക്ക് കൊച്ചിയിൽ വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര എങ്ങനെയെങ്കിലും ഒന്ന് കണ്ട് നിലവിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ പറയണം. ഇപ്പൊ ചേച്ചി അങ്ങോട്ട് പോയി, അവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അറിയില്ല എങ്ങനെയാണ് ഇനി നമുക്കായിട്ട് ഇതുപോലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാൽ ഇങ്ങനെയൊരു ബന്ധമുണ്ട്. അതായത് നമുക്ക് അവാർഡ് തന്നതിന് ശേഷമാണെങ്കിലും നമുക്ക് പറയുന്നത് അവാർഡിലൊന്നും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവരുത്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് എപ്പോഴും കാണുമ്പോൾ നമ്മളോട് പറയുന്നതാണ് അടുത്ത കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ ഇപ്പൊ ഞങ്ങളുടെ ടെക്നോളജിയിലും ഇപ്പൊ നമ്മളുടെ ടീമാണെങ്കിലും അവര് ഈ പറയുന്ന നമ്മളൊരു സാധനം ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്തു, പിന്നെ അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻസ് നമ്മൾ കൊണ്ടുവന്ന് ആ ടെക്നോളജി ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൈൻഡ് ഓഫ് ഒരു ടച്ച് പോലെ തോന്നാറുണ്ട്. ആ ഒരു സപ്പോർട്ടീവ് ബൈ വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പരിചയമായിരിക്കാം. അതൊക്കെ നമുക്ക് ഭയങ്കര നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും ഇതൊക്കെയല്ലേ അച്ചീവ്മെന്റ്സ് എന്ന് നമുക്ക് തോന്നും. ഇപ്പൊ ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്തു, പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നപ്പോ ഇങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെടാൻ പറ്റി, അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, ഒരു മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെയല്ലേ ഒരു സന്തോഷം എന്നുള്ളതാണ്. അഗ്രികൾച്ചറൽ ഡ്രോൺസിന്റെ അപ്ലിക്കേഷൻസിനെ പറ്റി പറയുമ്പോൾ ഈ അടുത്ത് കണ്ട ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ വിയറ്റ്നാമിൽ സംഭവിച്ചതാണ്. ഒരു കർഷകൻ അവിടെ പ്രളയം വന്നപ്പോൾ ഒരു ചെറിയ തുരുത്തിൽപ്പെട്ട ഒരു കുട്ടീനെ ഒരു കർഷകൻ അയാളുടെ അഗ്രികൾച്ചറൽ ഡ്രോൺ വെച്ചിട്ട് ഈ കുട്ടീനെ പൊക്കി കൊണ്ടുവന്ന് സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സേഫായിട്ടുള്ള സ്പേസിൽ കൊണ്ട് നിർത്തി. അപ്പോൾ ഈ ഡ്രോണുകളുടെ ഒരുപാട് അപ്ലിക്കേഷനുള്ള ഒരു സാധനമാണല്ലോ ഡ്രോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഫാമിംഗ് ഡ്രോൺസ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞങ്ങള് ഈ പറയുന്ന 2023 നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പ്രധാനമായിട്ടും എല്ലാവരും നമ്മളുടെ പ്രൊഡക്റ്റിലേക്ക് നോക്കിയത് നമ്മളുടെ ഡിസൈനാണ്. ഇപ്പോൾ മാർക്കറ്റിലുള്ള മറ്റ് പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ കോൺഫിഗറേഷൻ, ഒരേ ഒരു രൂപം, ഭാവങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇമ്പോർട്ട് ചെയ്ത് അസംബിൾ ചെയ്തെടുത്താണ് മാർക്കറ്റിൽ ഡ്രോൺസ് സെല് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എയറോഡൈനാമിക് ഇതൊക്കെ ഉണ്ട് പ്രൊഡക്റ്റില്. അപ്പോൾ ഈ ഒരു ഇൻഡിജിനൈസേഷൻ എഫോർട്ട് ആണ് ആക്ച്വലി ഞങ്ങൾക്ക് ഡിഫൻസ് പ്രൊജക്റ്റിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുന്നത്. ഇപ്പം ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടിരുന്നപ്പം എൻ്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു DRDOയിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം. കാരണം സപ്ലി ഉള്ളവനും ഒന്നും അവിടെ സപ്ലി കിട്ടി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് എൻ്റെ ആ സ്വപ്നം എന്ന് പറയുന്നത് ഒന്ന് സൈഡായി. പക്ഷെ എന്നാൽ ഒരു 4 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു പർച്ചേസ് ഓർഡർ കിട്ടുവാണ്, ഒരു DRDO ഒരു ഹൈബ്രിഡ് ഡ്രോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ആ പർച്ചേസ് ഓർഡർ ഞാൻ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് റീച്ച് കിട്ടി. അത് ഒരു 2000-ഓളം ആൾക്കാർ ലൈക്ക് ചെയ്യുകയും ഒരു 1 lakh ഇംപ്രഷൻസ് ഒക്കെ കിട്ടി. ആ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഒരുപാട് ഡിഫൻസ് റിലേറ്റഡ് പ്രൊജക്റ്റുകളുടെ ഓപ്പർച്യൂണിറ്റികൾ ഓപ്പൺ ചെയ്തു. ഓക്കെ,
ആ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ ഡെലിവർ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ മറ്റ് ഡിഫൻസ് പ്രൊജക്റ്റുകൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങി. അത് മെയിനായിട്ടും ഈ പറയുന്ന ടെക്നോളജിയിലുള്ള ഒരു പുതുമ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കസ്റ്റം ഡെവലപ്മെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോപ്പിംഗ് മെക്കാനിസം, ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ടും, ഇപ്പൊ നമ്മളുടെ ടെക്നിക്കൽ ടീം എന്ന് പറയുന്നത് വളരെ ടെക്നോളജി ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് നമുക്കുള്ളത്. അവർക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം പുതിയതായിട്ടുള്ള അങ്ങനെയുള്ളൊരു ടീമാണ്. അതെങ്ങനെ കിട്ടിയെന്നറിയില്ല, ബട്ട് അത് നമ്മളുടെ കൂടെ ഇവോൾവ് ആയി വന്നൊരു പ്രോസസ്സാണ്. നമ്മളെ കണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇടപഴകിയ ഒരു ടീം സിങ്ക് ആയതാണ്. അപ്പൊ അവര് വളരെ സിമ്പിളായിട്ട് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൊല്യൂഷൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് NPOകളുടെയും NSTLന്റെ ഒക്കെ പ്രൊജക്ടുകളിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അവിടെ നമ്മൾ ഒരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു വിങ്ങുകളിലേക്ക് നമ്മളെ മൊത്തത്തിൽ ശ്രദ്ധിക്കുവാണ് ആൾക്കാര്. ഇവർ ഇത്രയും ടെക്നോളജി കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ഉണ്ട്, അപ്പൊ ഇവർക്ക് കൂടുതൽ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 4-5 ഓർഡറുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു ഡിഫൻസിന്റെ തന്നെ. നമ്മൾ ഡിഫൻസ് സെഗ്മെന്റുകളിൽ പുതിയൊരു പ്രൊഡക്റ്റ് അതൊരു ഗ്ലോബൽ പേറ്റന്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് മേ ബി ഒരു 1 ഇയറിനുള്ളിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഡ്രോൺ, ഇപ്പോൾ വിൻഡോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രോസസ്സിലാണ്. പിന്നെ ഈ പറയുന്ന അഗ്രികൾച്ചർ തന്നെ ഒരു മൾട്ടിപർപ്പസ്, അതായത് വിത്ത് വിതയ്ക്കുക, സ്പ്രേയിങ് ചെയ്യുക, അതുപോലെ തന്നെ കാട്ടുതീ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർ ബോൾസ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഡ്രോണുകൾ, അങ്ങനെ ഒരു 5 ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സിംഗിൾ ഡ്രോൺ നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അപ്പം ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ. അത് ആണ് ഇനി നമ്മളുടെ ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കുന്നത്. ഈ സ്പാർക്കപ്പിൽ നമ്മുടെ ഈ സീരീസിൽ ഇതിനു മുന്നേ ഇവിടെ കളമശ്ശേരി കൊച്ചിയിൽ ഉള്ള വേറൊരു സ്ഥാപനത്തിനോട് ബ്രെയിൻ വയേർഡ് എന്നുള്ള, അപ്പോൾ അതിൻ്റെ ഫൗണ്ടറായ ശ്രീശങ്കർ പറഞ്ഞത് അഗ്രിടെക്കിൽ വലിയൊരു ബൂമ് ഇനി ഫ്യൂച്ചറിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു ബൂമ് സംഭവിക്കാൻ പോകുന്ന ഒരു സെക്ടർ ആയിരിക്കും അഗ്രികൾച്ചർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അഗ്രിടെക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ദേവൻ എന്താ വിചാരിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിൽ ഒരു മുട്ടുസൂചിക്ക് വരെ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തിനും മാർക്കറ്റ് ഉണ്ട്. ഇവിടെ എല്ലാ ഗ്ലോബലിയുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടെ, കാരണം അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 85% ആൾക്കാരും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യവും കൂടിയാണ്. അവിടെ ഫുഡ് നീഡ് എന്തായാലും ഉണ്ട്, അവിടെ അഗ്രികൾച്ചർ എന്തായാലും ഉണ്ട്. പക്ഷെ എന്നാൽ ഇത്രയും ഫുഡ് നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണലി ഫോളോ ചെയ്ത ആക്ടിവിറ്റീസ് ഫോളോ ചെയ്താൽ മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈവൻ വികസിത രാജ്യങ്ങൾ വരെ ഞങ്ങളുടെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റാലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ഗ്ലോബലി പ്രൊഡക്റ്റ് എക്സ്പോർട്ടേഴ്സ് ആണ്. ഇപ്പൊ കാനഡ ആണെങ്കിൽ ചൈനയിലേക്കും US-ലേക്കുമാണ് അവരുടെ മേജർ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രൊജക്ട് കനോള എന്ന് പറഞ്ഞൊരു ഓയിൽ സീഡ് ക്രോപ്പിലാണ്. അപ്പൊ അവിടെ അതൊരു പെർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ചലഞ്ചസ് ഉള്ള ക്രോപ്പുകളുണ്ട്, പൊട്ടൻഷ്യൽ ഉള്ള ഏരിയകളുണ്ട്, സ്പൈസസിലാണെങ്കിലും അതുപോലെ തന്നെ ക്യാഷ് ക്രോപ്സിലൊക്കെ ആണെങ്കിലും. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഡ്രോൺസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്യുന്നൊരു അഗ്രികൾച്ചറിൽ വളരെ ചെറിയൊരു പ്രോബ്ലം മാത്രമാണ്. ഓക്കെ, ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പല ടെക്നോളജി സൊല്യൂഷൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റിൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ചലഞ്ചസ് അങ്ങനെ വരാറുണ്ട്. പുതിയ ടൈപ്പ് പെസ്റ്റുകളെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊന്നും സൊല്യൂഷൻ ഇല്ലാണ്ട് നമ്മൾ റിയൽ ടൈമിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ സോ അഗ്രിടെക്കിന് ഇനിയുള്ള ജനറേഷൻ അല്ലെങ്കിൽ ഇനിയുള്ള ഭാവി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള കാരണം കൃഷി എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല അവിടെ ഒരിക്കലും പ്രോബ്ലം ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരില്ല എന്നുള്ളത്. കാരണം അവിടെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സൊല്യൂഷൻസ് വരേണ്ടതായിട്ടുണ്ട്. വേറൊരു ഇന്റർവ്യൂവില് ദേവനും പ്രത്യേകിച്ച് ദേവികയും
ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്. അതായത് എഞ്ചിനീയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ അവർ എത്ര പേർക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ട് ചോദിച്ചാൽ അതിൻ്റെ ഒരു ലാക്ക് നല്ലോണം ഉണ്ടെന്ന്. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സംരംഭം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാഷനെ ഫോളോ ചെയ്തിട്ട് അതിനൊരു ബിസിനസ് ഐഡിയ ആക്കി അതിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് GSTയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ദേവികയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇന്ന് ചെറുപ്പക്കാരാണെങ്കിൽ ആരാണെങ്കിലും ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് വന്നാൽ അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നും അങ്ങനെ ചെയ്തതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മൾ ഈ സ്പാർക്ക് സീരീസിൽ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതിനെ പറ്റിയിട്ട് അതായത് കേരളം ഇതിന് പറ്റിയ സ്ഥലം തന്നെയല്ലേ, അതിപ്പോൾ നമ്മൾ നേരത്തെ ആൻസർ ചെയ്തതാണ്. പക്ഷേ ഈ ഒരു എന്താ പറയുക ലാക്ക് ഓഫ് സ്കില്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സേഫ്റ്റി നെറ്റ് പോലെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ പല എഞ്ചിനീയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ പലതും പഠിച്ചവരായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി IT ആണെന്ന് പറഞ്ഞിട്ട് അവർ IT ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ചിലപ്പോൾ അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് തന്നെ കയറും, അല്ലെങ്കിൽ വേറെ പല രീതിയിൽ ഇപ്പോൾ ആയിട്ട് കയറിയിട്ട് അങ്ങനെ ഒരു സേഫ്റ്റി നെറ്റിലേക്ക് അവർ പോവുകയാണ്, സേഫായിട്ട് പൈസ കിട്ടുന്ന ഒരു സ്ഥലം എന്നല്ലാതെ. പക്ഷെ അവരുടെ സ്കില്ല് നമ്മുടെ നാടിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ, അതായത് അതിനു വേണ്ടി അവർക്ക് ആക്ച്വലി ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, പക്ഷെ അവർ സേഫ്റ്റി നെറ്റിന് പുറകെ പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു ഇഷ്യൂവിനെ ദേവൻ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഈ സ്കില്ലിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു, കേരളം എനിക്ക് തോന്നുന്നു 2ാം സ്ഥാനത്ത് എന്തോ ആണ് തൊഴിലില്ലായ്മയുടെ ഒരു പെർസ്പെക്റ്റീവിൽ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട്, ബട്ട് കുറേ പേര് ഇവിടെ ഉണ്ട്. പുറത്തേക്ക് പോകുന്നതിനെ പറ്റി ഞാൻ പറയുന്നില്ല, ബിക്കോസ് അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് എന്ന് മാത്രമല്ല, ചിലർ ഓപ്പർച്യൂണിറ്റി നോക്കി പോകുന്നതാവാം. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ ചിലർക്ക് അത് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ബട്ട് എന്നിരുന്നാൽ തന്നെ നമ്മൾ ഒരുപാട് ഡെലിഗേഷൻസിന് പോകുമ്പോൾ പല ആൾക്കാരും മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ പല മലയാളികളെയും നമ്മൾ കാണുമ്പോൾ നാട്ടിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് അവർ ആലോചിക്കാറുണ്ട്. അത് നമ്മളെ കണ്ടിട്ട് ചിലർ ചോദിക്കുന്ന ഒരു പോയിന്റാണ്. കാരണം എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവരൊന്നും നാട്ടിലെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ അന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും നമ്മൾ ഒരുപാട് ആൾക്കാരെ ഓൺബോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് പറ്റിയൊരു ചലഞ്ചസ്, നമ്മളൊരു പർട്ടിക്കുലർ സെഗ്മെന്റിലേക്ക് ഒരാളെ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴാണ് ആൾക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. അത് സ്കില്ല് കൊണ്ട് മാത്രമാണ്. അതായത് ലാക്ക് ഓഫ് സ്കിൽ, അവർ പഠിച്ചതല്ലാണ്ട് ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ പറയുന്ന നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവർക്ക് പറ്റാത്തത്. സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിക്കോട്ടെ നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ. അപ്പം നമ്മളെ സംബന്ധിച്ച് ആ ഒരു 2 മാസം അവരെ ഹോൾഡ് ചെയ്തത് നമുക്കൊരു അത്രയും ടൈമാണ് നമ്മളുടെ പോകുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഒരു ഫ്യൂസലേജ് ഫ്ലൈയിങ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് വിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കോളേജുകളിലും സ്കൂൾസിലൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു റൈറ്റ് കാൻഡിഡേറ്റിനെ നമുക്ക് ഓൺബോർഡ് ചെയ്യാൻ പറ്റും. ചില പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ ലെവൽ ടെക്നോളജി ആയിട്ട് ചെല്ലുമ്പോൾ അവർക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും, അവർക്ക് അതിനകത്തേക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മോട്ടീവ് വരും. അങ്ങനെ നമ്മൾ ഓൺബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേരെ ഓൺബോർഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം അങ്ങനെയാണ് ആ ഒരു സ്കിൽ ഗ്യാപ്പ് നമ്മൾ ഇപ്പോൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ഓൺടർപ്രനേഴ്സ് ആവാൻ പറ്റില്ല. കാരണം ഓൺടർപ്രനേഴ്സ് ആവാൻ ഒരു പ്രത്യേക കഴിവ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവ് വേണ്ട. പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എല്ലാവരും പോലെ ആവണം എന്നില്ല. അതായത് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ ഫ്യൂസലേജ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് ഡേ 1 തുടങ്ങിയത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ചലഞ്ചസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചലഞ്ചസുകൾ നിരന്തരം മീറ്റ് ചെയ്യാൻ പറ്റുന്ന, കാരണം നമുക്ക് ഒരുപാട് ഇമോഷണൽ ഇംബാലൻസുകൾ വരും, നമുക്കത് മനസ്സിലാവും. ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. നമ്മളുടെ ചുറ്റിനുള്ള ഫ്രണ്ട്സ്, ഫാമിലി, നമ്മളുമായിട്ട് ക്ലോസ്ലി നിൽക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. എന്നാൽ ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റുന്നതല്ല. അപ്പം ഒരു ഓൺടർപ്രനോറിയൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ, ആ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഓൺടർപ്രനേഴ്സ് ആയേനെ, ശരിയല്ലേ? അപ്പം അത്രയും
എന്താ പറയാ, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് നമുക്ക് ഒരുപാട് ചാലഞ്ചസുകളും പ്രശ്നങ്ങളും പ്രോബ്ലംസും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷോർട്ട് കട്ടിലായിട്ട് ചെയ്യേണ്ടി വരും, ഒരുപാട് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് കണ്ടെത്തേണ്ടി വരും, റൈറ്റ് പീപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും, നമുക്ക് നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഒരു ടീം വർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. ഞാൻ എന്നെ കുറിച്ച് പലരും പറയുന്നത് ഒരു വർഷം മുന്നേ വരെ ഞാൻ 90% സെൽഫ് വർക്കും 10% ഡെലിഗേഷനുമാണ്. കാരണം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോഴാണ് ഞാൻ ഒരു കോർ ടീമും അതുപോലെ തന്നെ ഇപ്പൊ 40ഓളം പേരുണ്ട് നമ്മുടെ ടീമിൽ. അപ്പൊ അവരിലേക്ക് നമ്മൾ കുറെ കൂടെ അവരെ ഇൻവോൾവ് ചെയ്യിച്ച് പല കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടീം വർക്ക് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം ഇതിലേക്ക് ഇറങ്ങേണ്ടത് എന്നുള്ളതാണ്. അതർവൈസ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം എവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു ഫ്രീഡമാണ്. അത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്കും, എന്നാൽ അവർ ഫസ്റ്റ് ഇപ്പം ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 rupees വർക്ക് തുടങ്ങിയ ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ മോർ ദാൻ 50,000 rupees സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചേഞ്ചസ് വന്നത് ഈ പറയുന്ന ടെക്നോളജി, അതിനുണ്ടായിരുന്ന ഗ്രോത്തും നമുക്കും കമ്പനിക്കും ഉണ്ടായ ഗ്രോത്ത് ഒക്കെ കണ്ടാണ് സംഭവിച്ചത്. അപ്പൊ അങ്ങനെയും ഒരു ഓപ്ഷൻ നമുക്ക് ചുറ്റിനുമുണ്ട്. ഒരു റൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കമ്പനി കണ്ടുപിടിക്കുക, അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ, അതും ഒരു ലേണിംഗ് ആണ് അവർക്ക്. എസ്പെഷ്യലി സ്റ്റാർട്ടപ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇൻഫ്രാസ്ട്രക്ചർ വൈസ്, ടെക്നോളജി വൈസ്, എക്സ്പെക്ടേഷൻ വൈസ് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു കോർപ്പറേറ്റിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെയും നമുക്ക് ചുറ്റിനും ഓപ്ഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്യുക, റൈറ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്ത് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ഐഡിയാസ് ആയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് മിഷനിലെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പല രീതിയിലും സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാൻ പ്ലാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. കുറേ പേര് സ്റ്റാർട്ടിങ്ങും ആയിരിക്കും, കുറേ പേര് ആലോചിക്കുകയായിരിക്കും, പല ഫേസസിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ദേവൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്കൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളം പോലൊരു സ്ഥലത്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ളൊരു അവസ്ഥയെ പറ്റിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദേവൻ എന്തായിരിക്കും? എനിക്ക് തോന്നിയിട്ടുള്ളത്, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ആണ്. ഈ സ്റ്റാർട്ടപ്പിൽ നമ്മൾ 2 എക്സ്റ്റെൻറ്റുകളും നമ്മളെപ്പോഴും ആലോചിക്കുക. സക്സസ് ആയാൽ എങ്ങനെയായിരിക്കും, ഫെയിലിയർ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും. ഫെയിലിയർ ആയാൽ നമ്മൾ ഏത് അവസ്ഥ വരെ പോകും എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നമ്മളുടെ ഒരു ത്രഷോൾഡാണ്. നമ്മൾ അവിടെ നിന്നാണ് പിന്നെ അപ്പാവുക. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു ഇവിടെ സപ്പോർട്ടീവായിട്ടുള്ള എൻവയോൺമെന്റുകളും ഗവൺമെന്റ് സിസ്റ്റവും ഒക്കെ കേരളത്തിൽ തന്നെ വളരെ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട് കേരളത്തിൽ. അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഈ സ്കീമുകളൊന്നും നമ്മളെ തേടി വരില്ല. നമ്മൾ നോക്ക് ചെയ്യണം. നമ്മളാണ് മനസ്സിലാക്കേണ്ടത് നമ്മളെ പ്രൊജക്റ്റിൽ ഏതൊക്കെ സപ്പോർട്ടീവ് സിസ്റ്റം വരാം, ആരെയൊക്കെ കൊളാബറേറ്റേഴ്സ് ആയിട്ട് വരാം, ആരായിരിക്കും നമ്മളുടെ ക്ലയന്റ്, എവിടെ ഇത് സെല്ല് ചെയ്യണം, എവിടെ ഇത് ഡെവലപ്പ് ചെയ്യണം, എത്ര കോസ്റ്റ് കുറച്ച് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എന്നാൽ ക്വാളിറ്റി എത്ര കോംപ്രമൈസ് ചെയ്യണം, ഇതിന് എത്ര വിലയിടണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിക്കാനുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി അങ്ങനെ കുറച്ച് പേരെ നമ്മളെ കൂടെ നിർത്തുക. ഒരിക്കലും അതൊരു ഒറ്റയ്ക്കുള്ളൊരു ഇനിഷ്യേറ്റീവായിട്ട് കാണരുത് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള പല ആൾക്കാരുടെ സപ്പോർട്ടുകൾ അതിനകത്തേക്ക് വരണം. അങ്ങനെ സപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ അസറ്റ് എപ്പോഴും നമ്മളുടെ ടെക്നോളജിയും നമ്മളുടെ കമ്പനിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്തായിരിക്കും, ഒരു ഫൗണ്ടറെ സംബന്ധിച്ച് അയാളുടെ ഇക്വിറ്റി ആയിരിക്കാം. അത് റൈറ്റ് പീപ്പിളിൽ ഡയലൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ ഞാൻ അന്ന് 2020 കണ്ടിരുന്ന ഏഞ്ചൽസും VCs ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ബട്ട് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് നമ്മളുടെ ടേൺ ഓവറും അതുപോലെ തന്നെ വാല്യുവേഷൻസും കൂട്ടിയിട്ട് അവരെ ഓൺബോർഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം കൂടുതൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു എന്താ പറയാ, ഒരു മാക്സിമം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. ഓക്കെ, നമ്മളെ കൊണ്ടാകാവുന്നതിന്റെ പരമാവധി വളരെ ഗ്രോത്ത് റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അടുത്തൊരു ലെവലിലേക്ക് ആളുകളെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം
നമ്മളുടെ എന്താണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതെന്ന് മാക്സിമം മനസ്സിലാക്കുക. നമ്മളുടെ കൂടെ ഇപ്പൊ കോ-ഫൗണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും റൈറ്റ് പീപ്പിളിനെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ നമുക്ക് തന്നെ എല്ലാ സ്കില്ലുകളും ഉണ്ടായി എന്ന് വരത്തില്ല. അപ്പോൾ റൈറ്റ് സ്കില്ലിനെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തി, അതായത് ഇപ്പൊ ഒരു അക്കൗണ്ടന്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിനെ പിടിച്ച് ഡയറക്ടർ ആക്കണം എന്നല്ല. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്, അത് നമുക്ക് ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസസ് എടുക്കുകയോ ചെയ്യാം. പറഞ്ഞു വരുന്ന ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതായത് ഒരു പ്രൊഡക്റ്റിന് എത്രയും ഈ റേറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ ഈ റേറ്റിൽ ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാവും, ഇത്ര രൂപ ഡീലർഷിപ്പിന് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, എവിടെ ഇത് വിൽക്കാൻ പറ്റും, ആരുടെയൊക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇങ്ങനെയുള്ള ഇത് എല്ലാവർക്കും ഒരാളിൽ തന്നെയല്ല പല പല ആളുകൾക്കായിരിക്കും ആ ഒരു നോഹവ് ഉണ്ടാകുക. അങ്ങനെയുള്ള റൈറ്റ് പീപ്പിളിനെ കൂട്ടത്തിൽ ചേർക്കുക, അവരുമായിട്ട് ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്കീമുകളുണ്ട്, ഈ പറയുന്ന ഗ്രാൻഡുകളും സപ്പോർട്ടീവ് സ്കീമുകളും ബാങ്കുകളും ഒക്കെ ഉണ്ട്. വൺസ് ഇത് ഒന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകളുണ്ട്. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് യൂട്ടിലൈസ് ചെയ്യാനാണ് ആ സ്കീമുകളൊക്കെ ഉള്ളത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക, നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇതൊക്കെയാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ദേവൻ. ദീർഘമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു. ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി, സന്തോഷം. താങ്ക് യു സോ മച്ച്.